രഞ്ജിനി ശരിക്കും ഓണപ്പാട്ടുകളിലൂടെയും കൂടെ ഒരു ബൂം ഉണ്ടാക്കിയതാണ്. തരംഗിണിയുമായിട്ട് മത്സരിച്ച് തന്നെ കയറി വരിക എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തുകാരൻ ദാസിയേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് പാട്ടുകൾ ഇങ്ങോട്ട് അയക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് തിരുവനന്തപുരത്തുകാരൻ MG ശ്രീകുമാറിനെ കൊണ്ട് എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് അയക്കും. അതായിരുന്നു ഒരു മധുരമായ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷേ ദാസിയേട്ടൻ്റെ പ്രൗഢി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരം തന്നെയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ള വലിയൊരു ചരിതാർത്ഥ്യം. അതെ, ശരിക്കും രവീന്ദ്ര മാഷും വിദ്യാസാഗറും ഒക്കെ തരംഗിണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പണിയെടുക്കുന്ന ഒരു കാലവും കൂടിയാണ്. അവൻ ഞങ്ങൾ ബേണി ഇഗ്നേഷ്യസ്, MG ശ്രീകുമാർ, ഷിബു ചക്രവർത്തി, ഉസ്മാൻ, ആ 4 പേര് സഖ്യം സംഭവം തന്നെയായിരുന്നു. തീർച്ചയായും അതിലെ പാട്ടുകൾ ഓർക്കുന്ന അതിലെ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MG ശ്രീകുമാർ രാവിലെ ഇങ്ങോട്ട് വന്നു, ഏത് പാട്ടാണ് ചെയ്യേണ്ടത്, ഇന്നത്തെ പോലെ നേരത്തെ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഓർക്കസ്ട്രയൊക്കെ ഇങ്ങനെ പാടി പ്ലേ ചെയ്യണം കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് സന്തോഷം, ഇത് കൊള്ളാം, നല്ലൊരു പാട്ടായിരിക്കും. അപ്പോഴാണ് ജ്യേഷ്ഠനാണ് പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ ഓർക്കസ്ട്ര ചെയ്ത് കൊടുക്കും. അപ്പോൾ ജ്യേഷ്ഠൻ ഇങ്ങനെ ഇതാണ് ട്യൂൺ. അപ്പോൾ ഷിബു ചക്രവർത്തി എഴുതി, തുമ്പപ്പൂ നുള്ളി നടക്കും പൊന്നോണപ്പൂം തുമ്പികളെ, ചെല്ലപ്പൂം കാറ്റിൻ തേരിൽ പൊന്നോണത്തിന് വന്നവരെ, നിറമുള്ള ചേലയുടുത്ത് ചിറകുള്ള മഴവില്ലുകളെ, ഒരു പിടി മലരും പുതിയൊരു പാട്ടും ഇനിയൊരു പെണ്ണിന് കൊണ്ടുകൊടുക്കാമോ. ഇതാണ് പല്ലവി. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് MG ശ്രീകുമാർ അസ്സലായിട്ട് പാടി, പുള്ളിയുടെ സ്റ്റൈലാണുള്ളത്. പിന്നെ ഇപ്പൊ തൃക്കാക്കര അമ്പലത്തിനാണ് എല്ലാം നന്നായി വന്നിരുന്നു, എൻ്റെ അനുപല്ലവിയും ചരണങ്ങളും കാര്യങ്ങളും എൻ്റെ ഓർക്കസ്ട്ര എല്ലാം. അങ്ങനെ ആ പാട്ടും അതിനോടനുബന്ധിച്ച് 2-3 പാട്ടുകൾ വേറെ ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് പ്രിയദർശന് കയറി കൊളുത്തിയത്. ഇതെല്ലാം എല്ലാ ഓണപ്പാട്ടുകളും മറ്റുള്ള എല്ലാ വർക്കുകളും പ്രിയദർശന് ഉസ്മാൻ കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുമായിരുന്നു. പ്രിയദർശന് മാത്രമല്ല മറ്റുള്ള എല്ലാവർക്കും. അങ്ങനെ മദ്രാസിലുള്ള ഒരുമാരപ്പെട്ട ഡയറക്ടർമാർക്കൊക്കെ ഞങ്ങളറിയാം. വേണി ഗിരീഷ്, ഷിബു ചക്രവർത്തി നേരത്തെ തന്നെ സിനിമയിൽ കയറി കഴിഞ്ഞു, അപ്പോൾ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഓരോരുത്തർ IV ശശി സാറിൻ്റെയും പല വർക്കുകളുടെ, ജോഷി സാറിൻ്റെ ഒക്കെ വർക്ക് അവരായിട്ടൊക്കെ കൂടുതൽ ഇങ്ങനെ ഇടപെടാൻ കഴിഞ്ഞത് തന്നെ ഈ ഉസ്മാൻ ഇങ്ങനെ എത്തിച്ചെത്തിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പാട്ടും കൂടെ ഓർക്കോ സാറേ? അടുത്തത് ഊഞ്ഞാൽ എന്നുള്ള രഞ്ജിനിയുടെ ഓണം കാസറ്റിൽ സുജാത മോഹൻ പാടിയൊരു മെലഡി സോങ്, ഇതൊരു 4 വരി പാടാം. ഷിബു ചക്രവർത്തിയാണ് ഇത് എഴുതിയത്. ചാലക്കുടി പുഴയിൽ ചന്ദനം ചാർത്താൻ പാർവണ ചന്ദ്രികയോ, ഇതിലേ വന്നു സുരഭിലയാം രാമു പുഞ്ചിരി തൂകി, യാമിനി തൻ വാടിയിൽ പൂത്ത പൂക്കളെ, വാനിലെ താരകങ്ങളെ, കൂരിരു കൂന്തലിൽ പൂമണിമാലയ, ഭൂമിയെ പ്രേമാർദ്രമാക്കുന്നു നിങ്ങളും ചാലക്കുടി പുഴയിൽ ചന്ദനം ചാർത്താൻ പാർവണ ചന്ദ്രികയോ. ഇതൊക്കെ എപ്പോഴെങ്കിലും സിനിമയിൽ കയറ്റണം എന്ന് പറഞ്ഞ പ്രിയാനിരിക്കുകയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും. പിന്നെ വേറെ എണ്ണം, ഞങ്ങൾ മാത്രം, ഞാനും ചേട്ടൻ മാത്രം ഉള്ളപ്പോഴത്തേക്കും പറഞ്ഞത് ഇത് ആരും ഇല്ലാത്തൊരു സമയം നമുക്ക് ഒരു നല്ലൊരു വള്ളപ്പാട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷിബുജ വന്ന് അന്ന് ഉണ്ടാക്കും, നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പാട്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ജുന്ന ജുന്ന തക തക തിമിത തോട്ടയ്യാരേ തക തെയ്യാരേ, അലകൈയിൽ പൊൻതരിവളയിട്ട് കളിവഞ്ചി കഥ പാടുന്നു, പുന്നമടക്കായലിന്ന് പുളകിതയായി പുഷ്പിണിയായി ചുണ്ടൻ വള്ളമിറങ്ങി കൈതൈ വള്ളം കളിമേളമുയർന്നു, ജുന്ന ജുന്ന തക തക തിമിതാത്തോ തെയ്യാരേ തക തെയ്യാരേ. അക്കര നോക്കി തമ്പര കൊട്ടി ചുണ്ടൻ വള്ളം മുന്നോട്ട്, ഇക്കര നിൽക്കും വേളിപ്പെണ്ണെ കുരവയിടും കുഴലൂതടി പെണ്ണെ, തെയ്യന്താര പാടും പൂന്തോണി, പൊന്നലപ്പും കയ്യിൽ വീണ് നാടും പൂന്തോണി, ചെട്ടിനാടൻ പട്ടുചുറ്റും കുട്ടനാടൻ കുട്ടി ഹോയ് 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 ഹോയ്, ജുന്ന ജുന്ന തക തക തിമ്മിതാത്തോ തെയ്യാരേ തക തെയ്യാരേ, അലകൈയിൽ പൊൻതരിവളയിട്ട് കളിവഞ്ചി കഥ പാടുന്നു.
ഓ അവസാനം വന്ന് കയറി കയറി ഫസ്റ്റ് അടിക്കണതാണ്. അങ്ങനെ ഒരു കാലം. അങ്ങനെ ഒരു കാലം, ഒരു സ്പിരിറ്റ് ആയിരുന്നു അന്ന്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം ഓണപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് കർക്കിടകത്തിന് മുമ്പേ നമ്മുടെ ഓണത്തിന്റെ സ്പിരിറ്റ് തുടങ്ങും. എന്നിട്ട് കർക്കിടകത്തിൽ റെക്കോർഡ് ചെയ്യും, ചിങ്ങമാകുമ്പോഴത്തേക്കും റിലീസ് ചെയ്യും. അങ്ങനെയായിരുന്നു, അതൊരു സംഭവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ രഞ്ജിനി കാസറ്റിന്റെ ഓഫീസിൽ രവി പടിക്കുമായിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണത്. അപ്പൊ പുള്ളിക്കൊന്നും ഉറക്കം ഉണ്ടാവില്ല, കാരണം ക്യൂ ആയിരിക്കും കേരളത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് ആൾക്കാർ. രഞ്ജിനി അവിടെയോ തന്നെ തലങ്ങണിയിലും ക്യൂ ആണ്, പെട്ടികളായിട്ട് ഇങ്ങനെ ഓരോരോ ജില്ലകളിലേക്ക് കൊടുത്തുകൂടെ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു സംഗീതത്തിന്. അതെ അതെ അതെ. ഇത് കേട്ടപ്പോൾ തന്നെ ഗിരീശേട്ടൻ്റെ ഇടയ്ക്കൊരു വിട്ടുപോയൊരു പാട്ടുണ്ട്, വെള്ളാരം കിളികൾ വലം വെച്ച് പറക്കും. അതെ, വേനൽ വിജയ മൂവീസുമായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്ത മനസ്സിൽ ഇത് മഞ്ഞു. സാജൻ ആണ് എൻ്റെ അതെ ഡയറക്ടർ. അത് നല്ലൊരു പാട്ടായിരുന്നു. അത് നല്ല പാട്ടാകാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന് അതിൻ്റെ രാഗം, മധ്യമാവധി, മോഹനം പോലുള്ള രാഗങ്ങളൊക്കെ എങ്ങനെ ചെയ്താലും ആൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു രാഗമാണത്. അത് മോളിൽ നിന്ന് കിട്ടിയേക്കാണ് ആ രാഗമൊക്കെ. അത് പണ്ട് നാടൻ പാട്ടായിട്ട് ഒന്നും അറിയാൻ പാടാത്ത ആൾക്കാർ ഇങ്ങനെ വെറുതെ പാടൂലേ, അതും ഇങ്ങനത്തെ രാഗങ്ങളിലായിരുന്നു. 5 സ്വരങ്ങളുള്ള ഈ രാഗം, ഒന്നീ മോഹനത്തിൽ അല്ലെങ്കിൽ മധ്യമാവധിയിൽ. അതുകൊണ്ട് അവരുടെ നമ്മളുടെ എല്ലാവരുടെയും ബ്ലഡിൽ ഈ സാധനമുണ്ട്, ഈ രാഗമുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു ഈണവും കൂടി ഉണ്ടെങ്കിൽ, നല്ലൊരു വരികളും കൂടി ഉണ്ട്, നന്നായിട്ട് പാടുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റാവും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്രിയനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കമ്പോസിങ് ചെയ്യുമ്പോഴത്തേക്കും പ്രിയം വെറുതെ ഒരു തമാശക്ക് പറഞ്ഞാണ്, മധ്യമാവധി പിടിയടേ എന്ന് പറയും. അതുകൊണ്ട് പുള്ളിക്കറിയാം മധ്യമാവധി പിടിച്ചാൽ പാട്ട് ഹിറ്റാവുന്നു. നല്ല സിമ്പിളായിരിക്കും അത്. അപ്പം എന്ന് പറഞ്ഞാൽ മധ്യമാവധി പിടിച്ച ഒരു പാട്ടാണ്. ഓക്കെ, അതിന് വേറൊരു കാര്യമുണ്ട്. സിനിമയിൽ ആദ്യമായിട്ട് ജയേട്ടൻ ഞങ്ങളുടെ പാട്ട് പാടുന്നത് ഈ പാട്ടും കൂടിയാണ്, വെള്ളാരം കിളി. വെള്ളാരം കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം, മനസ്സിലിത് മഞ്ഞുമാസം. അടിപൊളി. ഈ ഗിരീശേട്ടൻ്റെ പാട്ട് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയായിരുന്നു. നമ്മുടെ അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം, അതിനകത്ത് അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം എന്ന് ചോദിക്കുന്ന സാധനമുണ്ട്. അത് ശരിക്കും ചിത്ര ചേച്ചി തന്നെ ചെയ്തതാണോ? തീർച്ചയായിട്ടും. അത് അതിനൊരു കഥയുണ്ട്. വലിയൊരു പാട്ടുകാരത്തി തന്നെ വന്നിട്ട് നേരത്തെ വന്നത് പാടി. അത് ഞങ്ങളപ്പോൾ വേറെ ഏതൊരു പാട്ടിൻ്റെ ആ സിനിമയിൽ തന്നെയുള്ള പാട്ടിൻ്റെ ഒരുപാട് ഓർക്കസ്ട്ര ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വലിയ ആൾക്കാരെല്ലാവരും കൂടി വന്നിട്ട് ഈ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നിട്ട് പുതിയൊരു നല്ലൊരു പേരെടുത്തൊരു പാട്ടുകാരത്തി, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. അവർ പാടിയിട്ട് എന്ത് ചെയ്തിട്ടും ആ ഒന്നാം വട്ടം കണ്ടപ്പം ഇപ്പം കേൾക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് വരണില്ല. അവർക്ക് വരുമ്പോൾ ഇത്തിരി ഒരു ക്ലാസിക്കലും ഇത്തിരി മെലഡി കൂടി, പഞ്ചിത്തിരി കുറഞ്ഞ്, എന്ത് ചെയ്തിട്ടും നമുക്കത് സീനിൽ വർക്കൗട്ട് ആണല്ല. അവസാനം അത് മാറ്റിയിട്ടാണ് ചിത്രയെ വിളിച്ചത്. ചിത്രയെ വിളിച്ചപ്പോഴത്തേക്കും ചിത്രയോട് ഇത് ട്യൂൺ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. 10 മിനിറ്റ് ടകയെന്ന് പാടിയിട്ട് അവരങ്ങോട്ട് പോയി. എല്ലാവരും ആ കാലഘട്ടത്തിൽ പാടി നടക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ സിനിമ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലിറിക്ക് എഴുതണമായിക്കോട്ടെ, അതേപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതായത് സീനിൽ അങ്ങനെ ഇരിക്കുന്നു നോക്കിയിട്ട് ആ സന്ദർഭത്തിനനുസരിച്ച് വേണം ട്യൂണിടാനോ എന്ത് കാര്യം ചെയ്യാനും. മനസ്സിലായില്ലേ? സിനിമയ്ക്ക് വേണ്ടി അത് വേറൊരു മൈൻഡ് വെക്കണം നമ്മൾ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ സിനിമയിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. നമ്മൾ സിമ്പിൾ പാട്ടുകളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. സാറിന്റെ പാട്ടുകൾ മിക്കവും സിമ്പിളാണ് എന്നൊക്കെ തോന്നിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ അല്ലാത്ത പാട്ടുമുണ്ട്. അതെ. അപ്പം ഇനി സിമ്പിൾ അല്ലാത്ത കുറച്ച് പാട്ടുകളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതിൽ ഈ മയിലായി അത്ര സിമ്പിൾ അല്ല ആക്ച്വലി. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത് പാടുള്ള പാട്ടാണ്. രമേശ് നായരെ കുറിച്ച് നമ്മളിപ്പോൾ ആവണി പൊന്നൂഞ്ഞാലൊക്കെ എഴുതിയ സമയത്ത് തന്നെ രമേശ് നായരുടെ റൈറ്റിംഗ് സ്റ്റൈലുണ്ട്, അതിനകത്ത് ചില വാക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മയിലായി ഇല്ലെങ്കിൽ മയിൽപ്പീലിക്കാവിലെ പാട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു അത്രയും ഒരു ആൾക്കാർക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാക്കി കൊടുത്തത് പുള്ളിയുടെ ഒരു റൈറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും. എനിക്ക് അതിന്റെ രാഗവും, അതെ, ഈ രാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സമ്പത്താണ്. അതെ, അത് നമ്മുടെ എല്ലാ ഭാരതീയന്റെയും സിരയിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിലൊരു നല്ലൊരു സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റിരിക്കും. പക്ഷെ അത് നന്നായിട്ട് കൊടുക്കണം. സാർ മയിൽപ്പീലിക്കാവിലെ പാട്ടുകളെ കുറിച്ച് പറയും. മയിൽപ്പീലിക്കാവില് ഞങ്ങള് ഒന്നാനാം കുന്നിന്മേൽ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ വേറെ ഒരു 5 കണ്ണനല്ലാതെ പറഞ്ഞിട്ട് അങ്ങനെ നോർമൽ കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കി. അത് കഴിയുമ്പോഴത്തേക്കാണ് 3-ാം ദിവസം നമ്മുടെ അനിൽ ബാബുവും സാബ് ജോണാണ് സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു നമുക്ക് ഇനി ഒരു ഡിഫറൻസ് ഉള്ള ഒരു സെമി ക്ലാസിക്കൽ പാട്ടാകാന്ന് പറഞ്ഞു. ഡിഫറൻസ്. അപ്പോൾ നമ്മൾ സാധാരണ കർണാട്ടിക് സെമി ക്ലാസിക്കൽ എന്ന് പറയുന്നത് കർണാട്ടിക്കൽ നമ്മുടെ ആദ്യം പോകുള്ളൂ അല്ലേ. എന്നാൽ ചെറുപ്പകാലം പോലെ തന്നെ ദേവരാം മാസ്റ്ററുടെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും കർണാട്ടിക് പാട്ടുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ രാഗങ്ങളൊന്നും വേണ്ട, പുതിയ രാഗങ്ങൾ എന്തെങ്കിലും നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ രാഗമൊക്കെ തേടി പിടിച്ചെടുത്ത് ഞങ്ങളുടെ അങ്ങനത്തെ ബുക്കുകളൊക്കെ ഉണ്ട്, എടുത്ത് അതിൻ്റെ സഞ്ചാരമൊക്കെ നോക്കി നമ്മൾ കുറച്ച് വ്യത്യസ്തതയുള്ള കർണാട്ടിക് സെമി ക്ലാസിക്കലൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു. ആദ്യം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കാലത്ത് 10 മണിക്ക് തുടങ്ങി 1 മണിയായപ്പോഴത്തേക്ക് ഒരെണ്ണം ട്യൂൺ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് പാട്ട് കൊള്ളാം പക്ഷേ ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞു.
പിന്നെ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിരുന്നിട്ട് പിന്നെ വൈകുന്നേരത്തിനുള്ളിൽ വേറൊരു പാട്ട് കേൾപ്പിച്ചു, വേറൊരു ഡിഫറൻറ്റ് രാഗം എടുത്തിട്ട്, സാധാരണ പ്രയോഗിക്കാത്ത രാഗം എടുത്തിട്ട് അതും കേൾപ്പിച്ചു. അതും കേൾപ്പിട്ട് ഒരു സാറ്റിസ്ഫൈഡ് അല്ല. അവർ പറഞ്ഞു ഇതിനൊരു ഡിഫറൻസ് ഇല്ല. അപ്പം മണി 8 രാത്രിയായി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഡിഫറൻസ് ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കില്ല, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി കാലത്ത് ഇങ്ങോട്ട് വരാം, അപ്പം നമുക്കൊരു ഫ്രഷ് മൂഡ് വരും എന്ന് പറഞ്ഞു. അത് മതി, നമുക്കിതിന് തിരക്കൊന്നുമില്ല, ഈ പാട്ട് ഇത്തിരി സ്ലോവിൽ ഉണ്ടാക്കിയാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂട്ടറിനാണ് ഞങ്ങൾ പോണത്. അപ്പം എറണാകുളത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്ന് വീട് വരെ എത്തണതിനുള്ളിൽ ഞാനിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പുള്ളി ഒന്നും സംസാരിക്കണില്ല. പുള്ളി ഇങ്ങനെ ഡിഫറൻസിന് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് സാധാരണ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോണ ആൾ ഇതൊന്നും പറയാണ്ട് നേരെ വീട്ടിലോട്ട് പോയി. ഞാൻ കാലത്ത് ഇങ്ങനെ എഴുന്നേറ്റ് വളരെ കൂടാണ്, എൻ്റെ ചേട്ടൻ കൂടെ ഉള്ളതിൻ്റെ പേരിൽ എനിക്ക് വളരെ ഫ്രീ ആണ്. എന്തെങ്കിലുമൊക്കെ പുള്ളിക്കുള്ളിൽ നിന്ന് വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ദിവസം കാലത്തെ കുറച്ച് നേരത്തെ പതിവിന് മുമ്പ് നേരത്തെ പുള്ളി ഇങ്ങോട്ട് വന്നു. പുള്ളി അന്ന് ഉറങ്ങിയിട്ടില്ല, ഡിഫറൻസും പറഞ്ഞിരിക്കാൻ. എന്നിട്ട് പറഞ്ഞേടാ നമുക്കൊരു കാര്യം ചെയ്യാം, ദേശീയരാഗം പിടിക്കാം. എന്തിന് ഞാൻ ഈ കാര്യം വിട്ടുപോയി, നമ്മൾ ഇനി കേൾപ്പിക്കാനുള്ള പാട്ട് നമുക്ക് സെമി ക്ലാസിക്കൽ ദേശിൽ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദേശിൽ ഇങ്ങനെ സെമി ക്ലാസിക്കൽ കേട്ടിട്ടില്ല. ശംഖുപുഷ്പം കണ്ണെഴുതി, ഒരു പുഷ്പം മാത്രം, ഇങ്ങനെയുള്ള മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടേക്കണം. എന്നാലും നമുക്ക് നോക്കാം, നമ്മൾ ഉണ്ടാക്കി വരുവാണല്ലോ ഇത് സെമി ക്ലാസിക്കലോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആണെന്ന് പറഞ്ഞത്, നമുക്കന്ന് നോക്കാം എന്ന് പറയും. പുള്ളി അപ്പം തന്നെ നിങ്ങളുടെ എൻ്റെ വീട്ടിൽ വന്ന് ഇത് കട്ടിലേക്കും കൂടി ഇരുന്ന് ഹാർമോണിയം എടുക്കുമെന്ന് പറയും. ഹാർമോണിയം എടുത്തിട്ട് ദേശിൽ എന്തെങ്കിലും ഒരു ട്യൂൺ മൂളാൻ പറയും. അപ്പം ഞാനിങ്ങനെ ശംഖുപുഷ്പം പോലെ വേറൊരു ട്യൂണും മൂളി, താഴ്ത്തുനിന്ന് മുകളിലേക്ക് ഒരു സോഫ്റ്റ് ക്ലാസിക്കൽ പോലെയൊക്കെ തന്നെ ഇരിക്കും. ക്ലാസിക്കലാണല്ലോ വേണം, സെമി ക്ലാസിക്കൽ അത് വേണ്ട, ഇതൊരു സാധാരണ ടൈപ്പ്. എന്നാൽ പിന്നെ നമുക്ക് വേറെ എടുക്കുമ്പോൾ ഞാൻ ഒരു പുഷ്പം പോലത്തെ വേറൊരു ട്യൂൺ മൂടി, നമുക്ക് മനസ്സിലതൊക്കെ അല്ലേ ഉള്ളൂ, നമുക്കല്ലാണ്ട് ദേശം മൊത്തം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയാൻ കാര്യം തന്നെ ദേശം പറയാൻ കാര്യം അപ്പച്ചന് ഇഷ്ടപ്പെട്ട രാഗമായിരുന്നു. ഞാൻ അപ്പച്ചനെ കണ്ടിട്ടില്ല, 6 മാസത്തോളപ്പം മരിച്ചാണ്. അപ്പോൾ അപ്പച്ചൻ മരിക്കണതിന് 2 മാസം മുമ്പൊക്കെ കുഴമ്പൊക്കെ തേച്ച് അങ്ങോട്ടും വരാന്തയിൽ നടക്കുമ്പോഴത്തേക്കും മൂളിക്കൊണ്ടിരുന്നത് ഈ രാഗമായിരുന്നു. ഇതിൻ്റെ ആലാപുകളായിരുന്നു. എന്നൊക്കെ പറഞ്ഞിട്ട് ദേശമാണ് മൂളിക്കൊണ്ടിരുന്നത്. ദേശാണെന്ന് ചേട്ടൻ 5-8 വയസ്സാണ്ട് വേണം, പുള്ളിക്ക് അറിയാൻ പാടില്ല. പക്ഷെ പിന്നീട് ഞങ്ങളുടെ നാട്ടിലെ കുറേ കലാകാരന്മാർ ദേശിൻ്റെ ആൾക്കാരായിരുന്നു. വെറുതെ മുഴുവൻ ദേശീയരാഗങ്ങൾ പാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതായിരുന്നു അപ്പച്ചൻ പാടിയ ദേശീയരാഗം എൻ്റെ ആലാപനങ്ങളെന്ന് അപ്പോഴാണ് തോന്നിയത്. അത് മനസ്സിൽ കയറിയപ്പോഴത്തേക്കും അല്ല അപ്പച്ചൻ ഒന്ന് സഹായിക്കും നമ്മളെ എന്ന് എഴുതിയിട്ടാണ് ദേശിൽ പിടിച്ച് ഞാനിങ്ങനെ താഴ്ത്തുന്ന മുകളിലേക്ക്, അല്ലെ മുകളിൽ നിന്നാണെങ്കിൽ പോലും എന്ന് പറഞ്ഞു നീ ഒന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ താനേ അപ്പോഴും ഞാനിങ്ങനെ ഒഴുക്കല്ലാണ്ട് വേറെ എനിക്ക് കട്ടിയൊന്നും തന്നില്ല. അപ്പൊ പറഞ്ഞു ഈ ട്യൂൺ തന്നെ വെച്ചിട്ട് നമുക്ക് 6 കട്ട് കൊടുത്തേ എന്ന് പറഞ്ഞു. എനിക്കൊരു പിടുത്തം കിട്ടണല്ലോ, എങ്ങനെ ഈ 6 കട്ട് വരും? അപ്പോഴാണ് പുള്ളി പറഞ്ഞ് ഇത് തന്നെ ട്യൂൺ തന്നീന താനി തേനി താനിനെ തനിനെ ഇതെങ്ങനെ ഉണ്ടാവുന്നു? ഇത് കൊള്ളാം, നല്ല കട്ട് വന്നപ്പോ ഒരു പുതുമയുണ്ട്. പക്ഷെ ഇത് അവർക്ക് ഇഷ്ടപ്പെടുക, ഇതൊരു ഇത്രം അവർക്ക് കയറുക. അത് കയറില്ലെങ്കിൽ അടുത്തത് നോക്കാം, നമുക്ക് ഇത് വെച്ചിട്ട് അങ്ങോട്ട് പിടിക്കാന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഒരു തുടക്കമല്ല, എന്തിനും ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ടകയെന്ന് പോകും. പിന്നെ ചരണമൊക്കെ ഉണ്ടാകാനായിട്ട് ഒട്ടും സമയം പോയില്ല. പക്ഷെ അതെല്ലാം നന്നായി വന്നു. അതിൻ്റെയൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പാട്ടുകൾ കാസറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ കുറേ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി ഒരു 10-11 മണിയായപ്പോഴത്തേക്കും അവിടെ എത്തി. 8 മണിക്ക് 9 മണിക്കായിട്ട് തുടങ്ങി 10-11 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ട് പറഞ്ഞൊരു ട്യൂൺ വന്നിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് കേട്ട് നോക്ക്, ഇല്ലെങ്കിൽ നമുക്കിത് പറ്റില്ലെങ്കിൽ നമുക്ക് അടുത്ത പിടിക്കാമെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഡിഫറൻസ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ പറയണ്ടേ ഹിന്ദുസ്ഥാനി സ്റ്റൈലാണ് വേണ്ടതെന്ന് പറഞ്ഞാലേ അതൊന്നും അവർക്ക് പറയാൻ അറിയാൻ പാടില്ല. അങ്ങനെ ആ പാട്ട് സംഭവം റെഡിയായി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ആ ട്യൂണങ്ങ് കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒരു നല്ല പവിഴം പോലത്തെ വരികൾ ഇങ്ങോട്ട് വന്നു. അതാണ് ഇവർക്കുള്ള ഗുണം. അതായത് നല്ല സംഗീത ബോധം കൂടി ഉള്ളിലുള്ളതിൻ്റെ പേരില്ലേ, ട്യൂൺ കിട്ടിയാൽ ട്യൂണിന് ഒരു പരുക്കും കൂടാണ്ട് നല്ല ട്യൂൺ ശരിക്കും മുകളിലോട്ട് കയറുന്ന വിധത്തിലുള്ള നല്ല വരികൾ, എന്നാൽ അതേസമയം സന്ദർഭത്തിന് യോജിച്ച സിനിമയ്ക്ക് പറ്റിയ വരികൾ എഴുതിത്തരും. അതിൻ്റെ അനുപല്ലവി സാർ ഒന്ന് പാടുമോ? ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയും മാപ്പാനി നീ സനിസ നിസരി നീതമപനി സനിസ നീലരാവുകളും നീ കുളിരും പകരും ഞാൻ നൽകും നിസരി നീത പനിത പമകരി മക സനിസ മയില ഓ മയില പറന്നുവ മഴവില്ല് തോക്കുമെൻ അഴകേ. ഇതിലും മനോഹരമായിട്ട് എന്തിനാ എഴുതേണ്ടത്? അത്ര അച്ചിട്ട പോലെ ട്യൂണിൻ്റെ കൂടി ഒത്തി കിടക്കുകയാണ്.
സിറ്റുവേഷനിലാണെങ്കിൽ അതിനും വലിയ കേട്ടോ. അതേപോലെ പുതുമഴയായി വന്നോ നീ, ഒരു യക്ഷിപ്പാട്ട്, ലക്ഷണമൊത്ത യക്ഷിപ്പാട്ടാണ് അത്. അതിന് മുമ്പ് യക്ഷിപ്പാട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശ്യാം സാറ് ചെയ്തിട്ടുള്ള യക്ഷിപ്പാട്ടുണ്ട്. അതേപോലെ യക്ഷഗാനം പോലുള്ള പാട്ടുകൾ, പഴയ പാട്ടുകൾ നിശീദിനിയൊക്കെ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ഇതിന് കുറച്ചുകൂടെ ഒരു വേറൊരു പുതിയ കാലഘട്ടത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ. ആ പുതുമഴയായി എങ്ങനെയാ വന്നത്? ഈ ആകാശഗംഗ എന്നുള്ള സിനിമ ഞങ്ങൾക്ക് എൻ്റെ തുടക്കത്തിനൊരു ഒരു ഒരു മറക്കാനാവാത്തൊരു നിമിഷമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാസറ്റ് വർക്കുകൾ, പിന്നെ കൂടാണ്ട് സിനിമ വർക്കുകൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവണി പൊന്നിഞ്ഞാലും കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ്റെ കമ്പോസിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാലിക്കറ്റ് പോയി. അവിടെയാണ് ഒരു 3 ദിവസം പകലില്ലാതെ വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ ഓർക്കസ്ട്രയും കുറേ ഇൻസ്ട്രുമെൻ്റൊക്കെ എടുത്ത് തീർത്ത്. എന്നിട്ട് ഉറങ്ങാണ്ട് ഇവിടെ വന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്തി. കാലിക്കറ്റ് നിന്ന് ട്രെയിനും കയറി ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ടൊന്ന് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുള്ള അവസ്ഥയിലാണ് വന്നത്. അപ്പോഴേക്കും ലാൻഡ് ഫോണല്ലേ ഉള്ളു. ലാൻഡ് ഫോണിൽ വിനയൻ വിളിക്കണേ, വേണി പെട്ടെന്ന് നിങ്ങൾ വീട് വരെ എത്തണം. ഞാൻ പറഞ്ഞു, അയ്യോ ഇന്നൊരു നിവൃത്തിയില്ല, എങ്ങനെയും എന്തിനാണ് ഒരു സിനിമയുടെ വർക്ക് ഉടനെ തുടങ്ങണം. അയ്യോ അതിനുള്ളൊരു മൂഡായിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്രയും ടയർഡായിട്ടാണ് വന്നത്, പറ്റില്ല, ഇന്ന് എനിക്ക് ഇപ്പോഴേ സമയമുള്ളൂ, നാളെ മുതൽ എനിക്ക് വേറെ ജോലികളുണ്ട്, അപ്പോൾ എങ്ങനെയും വന്നേ വെക്കൂ. മാത്രമല്ല ഞാനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും, അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കാൻ വേണം, നിങ്ങളുടെ സംഗീതം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ചേട്ടനെ വിളിച്ചിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ സിനിമയല്ല, ജോലിയല്ലേ. അപ്പോൾ ഉടനെ ഞാനും ചേട്ടനും കൂടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ആകാശഗംഗയുടെ കഥ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നടനും കൂടിയാണല്ലോ, നാടകത്തിലെ പ്രശസ്ത നടനായിരുന്നു. അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും നമ്മളിപ്പോൾ സിനിമ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെ ഞങ്ങൾ ആ പിക്ചർ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് കുറേ സിറ്റുവേഷൻസ് പറഞ്ഞു. അതൊക്കെ സിമ്പിൾ സിറ്റുവേഷൻ, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്നുള്ള പ്രശ്നം. ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വളരെ പർട്ടിക്കുലറായിട്ടുള്ളൊരു പ്രേത ഗാനം വേണം. ഇത് നമ്മുടെ പണ്ട് മുതലുള്ള മഹാന്മാരുണ്ടാക്കിയിട്ടുള്ള പ്രേതഗാനം പോലെ ഇരുന്നോട്ടെ, പക്ഷേ ഒരു പുതുമ വേണം. ഇത് തന്നെ ആയിരിക്കണം ഒരു തലമുറക്ക് മുമ്പുള്ള ഒരു റൊമാൻറ്റിക് സോങ്. അത് ലിറിക്കും ട്യൂണും ഇത് തന്നെ ഉപയോഗിച്ചിട്ട് ഒരു റൊമാൻറ്റിക് സോങ്, മെയിൽ വോയിസ്. പ്രേതഗാനമായിട്ട് വരുമ്പോഴത്തേക്കും പ്രേതത്തിൻ്റെ എഫക്റ്റിൽ തന്നെ ഫീമെയിൽ വോയിസ് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റൂലെന്നാണെങ്കിൽ നമുക്ക് 2 പാട്ടാക്കി എടുക്കാം എന്ന് പറഞ്ഞു. ഞാനപ്പം ഓക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ വരുത്തുന്നത്. പക്ഷേ പുള്ളിക്ക് ചേട്ടൻ എപ്പോഴും കുറച്ച് വാശിക്കാരനാണ്. ചേട്ടനപ്പം തന്നെ തോന്നി ഇത് പറ്റൂല എന്നുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, നത്തിങ് ഇമ്പോസിബിൾ. പുള്ളി ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് കഥയൊക്കെ കേട്ടിട്ട് നമുക്ക് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പുള്ളി ഈ കാര്യമാണ് ആലോചിക്കുന്നത്. പറ്റൂല എന്നുള്ളൊരു സംഭവമില്ലല്ലോ, ഇതിന് പറ്റിയൊരു ട്യൂൺ നമ്മൾ കണ്ടുപിടിച്ചേ വെക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ വണ്ടിയോടെ നിർത്തിക്കുമ്പോഴത്തേക്കും പറഞ്ഞാ വിനയനൊരു കാര്യം പറഞ്ഞ കേട്ടാ, പറ്റൂല്ലെങ്കിൽ എന്നൊരു വാക്ക് പറഞ്ഞില്ല, അത് 2 വാക്ക്. അങ്ങനെ പറ്റൂല്ലെങ്കിൽ എന്നുള്ളൊരു പരിപാടി നമുക്കില്ല, പറ്റണം. ഈ ട്യൂൺ തന്നെ നമുക്ക് ആ റൊമാൻസിനും പറ്റണം, കഴിഞ്ഞ തലമുറയിലുള്ള റൊമാൻസിനും പറ്റണം. ആ ഒരു ട്യൂൺ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു. അത് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പുള്ളിയുടെ ധൈര്യമുള്ളതിൻ്റെ ഉള്ളിൽ ഞാനും പറഞ്ഞ് ശരി ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരെണ്ണം കിട്ടുമെന്ന് നമുക്കറിയാം. അങ്ങനെ ബാറ്റുകളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഈ പുതുമഴയുടെ ട്യൂൺ ഉണ്ടാക്കിയപ്പോഴത്തേക്കുമാണ് യക്ഷിഗാനമാണ് ആദ്യം ഉണ്ടാക്കിയത്. അതെ, അങ്ങനെ അലയടിക്കണ പോലെ തോന്നണം യക്ഷിയാകുമ്പോഴത്തേക്ക്. ഒരു രൂപമില്ലാത്ത ആൾ പാടണമല്ലോ, വെള്ള സാരി കൊടുത്ത് നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു രൂപം. അതേസമയം റൊമാൻസ് പാടുമ്പോൾ പുതുമഴയായി വന്നു നീ ഉലകം കുറച്ച് സ്പീഡാക്കി അതിൻ്റെ ഗമകങ്ങളൊക്കെ മാറ്റി ഒരു ഓമനത്തൊക്കെ വരുത്തിക്കുമ്പോഴത്തേക്കും ഒരു റൊമാൻസിൻ്റെ ഒരു മൂഡ് വരും. പക്ഷെ ഇത് തന്നെ രമേശ് നായരോടും പറഞ്ഞ് വേറെ വരികൾ മാറ്റാണ്ട് തന്നെ ഒരെണ്ണം യക്ഷിയുമായിരിക്കണം, ഒരെണ്ണം റൊമാൻസും ആയിരിക്കണം, 2 തലമുറ പാടാനുള്ളതാണ്. ഒരെണ്ണം മെയിൽ, ഒരെണ്ണം ഫീമെയിൽ. ഇതുപോലെ അങ്ങേർക്കും വല്ല ബുദ്ധിമുട്ടുണ്ടാ, ഒരു ഇത് എഴുതി തന്നപ്പോഴത്തേക്ക് അതും ഓക്കെ. പക്ഷേ ഇവിടെ ഓർക്കസ്ട്ര ചെയ്തത് ഞങ്ങളല്ല, നമ്മൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിലും അത് ചെയ്തത് മരിച്ചുപോയ വലിയൊരു വയലിനിസ്റ്റ് രാജേന്ദ്രൻ. വലിയൊരു ഒരു മ്യൂസിക് സ്കോളറായിരുന്നു. വയലിനിൽ വലിയ ഗ്രേഡും ഡിപ്ലോമ, ഇന്ത്യയിൽ തന്നെ റെയർ ആയിട്ടുള്ള ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ ഡിപ്ലോമ ഒക്കെ എടുത്ത ആളാണ്, ഹൈ ലെവൽ. പക്ഷേ അതെടുത്ത് 2 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി, ക്യാൻസർ വന്നിട്ട്. അദ്ദേഹത്തിന് ആ ഡിപ്ലോമ കൈകൊണ്ട് മേടിക്കാൻ പറ്റിയില്ല, വൈഫാണ് മേടിച്ചത് വലിയൊരു സദസ്സിൻ്റെ മുമ്പിലിരുന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ട്യൂൺ കേൾപ്പോൾ തന്നെ പുള്ളി 2നും 2 ടൈപ്പ് ഓർക്കസ്ട്ര അങ്ങോട്ട് എഴുതി അപ്പം തന്നെ എഴുതും ടകളക്കടയെന്ന് പറഞ്ഞു. എഴുതി എല്ലാവർക്കും നൊട്ടേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം റെഡിയായി. അത് കഴിഞ്ഞിട്ട് ദാസേട്ടനോട് ഞങ്ങൾ ഇതിനൊരു യക്ഷി വേർഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ചിത്രയോട് ഇതൊരു മെയിൽ വേർഷൻ റൊമാൻറ്റിക് ഉണ്ടെന്ന് പറഞ്ഞില്ല. പറഞ്ഞാൽ അറിയാതെ ആ മൂഡിലോട്ട് പോയാലാന്ന് ഇരുന്നിട്ട് ദാസേട്ടൻ കറക്റ്റ് റൊമാൻസായിട്ട് പാടി തന്ന് ചിത്ര ഇത് പാടി മദ്രാസിൽ വെച്ചിട്ട് പാടിയിട്ട് ഞങ്ങൾക്ക് സ്ഥിരം ചെയ്യണ ഒരു മരിയൻ ഡിജിറ്റൽ
ആൻ്റണിയുടെ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ പകുതി ആയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞു ഇതിന് നല്ലൊരു സ്റ്റാമിന വേണം, കുറേയും കൂടി എനിക്ക് നന്നായിട്ട് പാടണമെന്നുണ്ട് ഈ പാട്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നാളെ ഉണ്ടാകും നിങ്ങൾ ഇതിൻ്റെ അത് നാളെ വന്ന് ഫ്രഷായിട്ട് ബാക്കിയിട്ടില്ല ഞാൻ പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ ചെന്നിട്ട് കാര്യങ്ങളുണ്ട്, പിന്നെ ഫാമിലി കാര്യങ്ങളുണ്ട്, വർക്കും ഉണ്ട്, രണ്ടുപേരിൽ ഇന്നത്തെ ഞങ്ങൾക്ക് പോയേ വെക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾക്ക് ഇനി എന്താണ് ഒരു സൗകര്യം. അപ്പോൾ അവർ ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൽ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവർ അവിടെ വന്ന് ബാക്കി പകുതി എറണാകുളത്തുനിന്ന് പാടി. മറ്റേ ഞാൻ പോകുന്നില്ലാമ്പഴ പാടിയ കാര്യം പറഞ്ഞ പോലെ തന്നെ. അപ്പം അത് നല്ല ചന്തം കാളന്തി പാടിയപ്പോഴും അതെ പകുതി പാടിയിട്ട് പറഞ്ഞ് ഞാൻ ഇനി നാളെ വന്ന് പാടാം. ആ നാളെ വന്ന് പാടാമെന്ന് അവരുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മുടക്കിയിട്ടാണ് വന്ന് പാടുന്നത്. പക്ഷെ അതല്ല, ആ കമ്മിറ്റ്മെൻ്റാണ് അതെ വേണ്ടത്. ഈ മ്യൂസിക്കലി അടുത്ത ജനറേഷനൊക്കെ വേണ്ടത് ആ കമ്മിറ്റ്മെൻറ്റ്, പെർഫെക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റ്മെൻറ്റ്. അതെല്ലാവരും അതെ, നമ്മുടെ ലെജൻഡറി മ്യൂസീഷ്യൻസ് ആയാലും സിംഗേഴ്സ് ആയാലും ഓർക്കസ്ട്ര വായിക്കുന്നവരായാലും ആ കമ്മിറ്റഡ് ആണ്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് ആ സോള് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും. ഒരു അല്ലെങ്കിൽ വെറുതെ ഒരു മ്യൂസിക് മാത്രം ഉണ്ടാവുള്ളൂ, അതിൻ്റെ അകത്തിനുള്ളിൽ ആ ഒരു സോൾ ഉണ്ടാവില്ല. അതിൽ ദാസാറിൻ്റെ വേറൊരു നല്ല രസമുള്ള ശബ്ദമാണ്. ഒരു മഞ്ഞു തുള്ളിയിൽ സുവർണമാരിവില്ലു വീണലിഞ്ഞുവോ. ഇങ്ങനെ നമുക്കിത് ഇതെങ്ങനെ കവിത തന്നാണ്. അതായത് ഒരു കവിത ടൈപ്പ് ഒരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ചേട്ടനും പറഞ്ഞു കവിത ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂൺ ആദ്യം ഇടില്ല, ലിറിക്ക് ആദ്യം വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ലിറിക്ക് എഴുതിയിട്ട് ഞങ്ങളതിന് ട്യൂണിട്ടാണ്. ദാസാറിനെ വ്യത്യസ്തമായി ഉപയോഗിച്ചിരിക്കുന്നതാണ് പട്ടാഭിഷേകത്തിലെ പാട്ട് പൂവുകൾ. അതും വേറൊരു രാഗമാണ്, ഹംസാനന്ദി. അതെ അതെ, ഹംസാനന്ദി പിടിക്കാൻ ഒരു വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആദ്യത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഈ കൊച്ചിയിൽ ചെയ്ത ആദ്യത്തെ വർക്ക് ഉണ്ടല്ലോ ജൂനിയർ മാൻഡ്രി, അത് കഴിഞ്ഞ് പിന്നെ ചെയ്ത അലി അക്ബറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിന് ജൂനിയർ മാൻഡ്രയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ആ പാട്ട് അതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ആ സിറ്റുവേഷൻ കയറിയില്ല. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹംസാനന്ദി രാഗത്തിൽ ആദ്യം തുടങ്ങുന്നത് ഒരു ലൈറ്റായിട്ട് തുടങ്ങി, അത് കർണാട്ടിക് ക്ലാസിക്കലായി, ഹിന്ദുസ്ഥാനിയുടെ ഒരു സ്റ്റൈലായി, പിന്നെ കുറച്ച് ഫോക്കിഷ് കുറേ വായ്ത്താരികളായി, പിന്നെ കുറേ നല്ല പടക്കം പൊട്ടിക്കണ പോലത്തെ കുറേ ജതികളും സംഭവങ്ങളും. ദാസേട്ടൻ 2 ദിവസം കൊണ്ട് പാടിയത്. എന്നിട്ട് ആ പാട്ട് ആരും കേട്ടിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. പാട്ട് പാടിയ ശേഷം ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് ദാസേട്ടൻ പറഞ്ഞു ഇത് നമുക്ക് ഡൽഹിയിൽ കാണാട്ടോ ഉറപ്പായിട്ടൊന്ന്. അത്ര പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ആ പാട്ട് ആ സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെ വേറെ പടങ്ങളിൽ പിന്നെ അതിനുശേഷം ഇങ്ങോരെ കേൾപ്പിച്ച് ട്രാക്ക് പാടിയത് കെസ്റ്ററായിരുന്നു. വെളുപ്പിനെ വരെ ഇരുന്ന് പാടിയിട്ടാണ് അത് തീർത്തത്. അവൻ പെട്ടെന്ന് പാടി തീർത്തു. എന്നാലും തുളസിദാസനെ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ കുറേ സിനിമാറ്റിക് മ്യൂസിക്കൽ സിനിമകൾ ചെയ്യുന്ന ആളാണ്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു പാട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, ദാസേട്ടൻ പാടിയതാണ് പറഞ്ഞത്. കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം, അതിന് പറ്റിയൊരു സിറ്റുവേഷൻ ആട്ടെ എന്ന്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം പോയി. അത് വലിയ പ്രതീക്ഷയായിരുന്നു. അത് ആ രാഗം നമുക്കിനി എപ്പോഴെങ്കിലും ഉപയോഗിക്കണമെന്ന് കരുതിയിട്ടാണ് പട്ടാഭിഷേകത്തിൽ പൂവുകൾ പെയ്യും അങ്ങനെ ഉപയോഗിച്ചത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് താത്തിത്തൈ നട്ടുവാങ്കമായി ഒരു ദിനമീ നമ്മൾ ഒന്നായിടും. രസമായിട്ട് വരുന്ന ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരികൾ വരുമ്പോ ഉണ്ടല്ലോ, ഞാനൊക്കെ ഇപ്പോഴും ബിച്ചുവേട്ടനാണ് എഴുതിയത്. ബിച്ചുവേട്ടൻ്റെ ജീനിയസ് ആണ് അത്. അങ്ങനത്തെ ചില പദങ്ങള് ഒരാൾക്കും കിട്ടാത്ത ചില ജീനിയസ് പദങ്ങൾ ഇതൊക്കെ എങ്ങനെ. പക്ഷെ ഇത് നിങ്ങളെപ്പോലുള്ള സംഗീതം ഇത്ര ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ചോദിക്കുന്നത്. വേറെ ഇന്റർവ്യൂക്കാരൊന്നും ചോദിക്കാറില്ല സാറിന്. അതിന്റെ പേരിൽ ഇത് മറന്നുപോയി. സാറ് ആ തുടക്കവും അതിന്റെ ആ മാറ്റങ്ങളും ഓർമ്മയുണ്ടോ? പല ചേഞ്ച് ഓവേഴ്സ് ഉണ്ട് അതിനകത്ത്. ഇല്ല, അതൊക്കെ മറന്നുപോയി. ഭയങ്കര രസമാണ് ദാസാറിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ നിന്ന് ഉണ്ടാക്കിയത്. അനിൽ ബാബു ഞങ്ങൾ എല്ലാവരും കൂടി കിട്ടുപാട്ടാണ്. കാലത്ത് എഴുന്നേക്കുമ്പോ തന്നെ അമ്പലമാണ് കാണുന്നത്. ആ ഒരു ഐശ്വര്യത്തിൽ നിന്ന് ഉണ്ടാക്കിയാണ്. അതിൽ ജഗതി ചേട്ടന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ശംഖും വെഞ്ചാമരവും അസാധ്യ, ആ മനുഷ്യന്റെ അസാധ്യ പെർഫോമൻസിൽ ഇങ്ങനെ ആടി വലഞ്ഞുള്ള അതൊരു രഹസ്യമാണ്. ദാസേട്ടൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്റെ ശബ്ദം ജഗതിയുടെ ശബ്ദമായിട്ട് നല്ല മാച്ച്, ഭയങ്കര മാച്ച്. ജഗതി പാടുന്ന പോലെ ഇരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞ് എങ്ങനെ സംഭവിച്ചെന്നറിയോ? ദാസേട്ടൻ ഇവിടെയാണ് പാടിയത്, തോപ്പുംപടിയിൽ ഒരു സാന്താ സിസിലിയ സ്റ്റുഡിയോയിലാണ് പാടിയത്. അപ്പൊ അദ്ദേഹം ഫോറിൻ അമേരിക്കൻ തന്നെ കൊണ്ടുവന്നൊരു ഫോക്കസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹാർഡ്വെയർ ഉണ്ടായിരുന്നു. അത് വോയിസിന് എങ്ങനെയാണെങ്കിലും മാറ്റാം. ദാസേട്ടൻ്റെ അത് എങ്ങനെയൊക്കെ ചെയ്ത് സംഭവം നല്ല രസമായിരുന്നു അവിടെ കേൾക്കാനായിട്ട്. പക്ഷേ മിക്സിങ് വന്നപ്പോഴത്തേക്ക് ആ വോയിസിൽ ചെറിയൊരു സ്ക്രാച്ച്. പിന്നെ നമ്മൾ അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് പല ഫ്രീക്വൻസി മാറ്റി സ്ക്രാച്ച് മാറ്റിയപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദം മാറി, ജഗതിയുടെ ശബ്ദം. അതാണ് അതെല്ലാം ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അതെന്ത് രസമായിരുന്നു സിംഗ്. പിന്നെ ജഗതിയുടെ ആ ഒരു ദാസേട്ടനത് ഞങ്ങളെ മുമ്പിച്ച് ഇങ്ങനെ ജഗതി തുള്ളണ പോലെ തുള്ളി, ഈ സാധനം ജഗതിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ പിക്ചറൈസ് ചെയ്തേക്കണം എന്ന് പറഞ്ഞത്.
അത് അസാധ്യ പാട്ടാണ് പട്ടാഭിഷേകത്തിലെ. എന്നിട്ട് ദാസേട്ടന്റെ ഷഷ്ടി പൂർത്തിക്ക് ഞങ്ങളായിരുന്നു ഗാനമേള കണ്ടക്ട് ചെയ്തത്. ഗാനമേള എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു അങ്ങേരം ഏക്കർ കണക്കിന് സ്ഥലത്ത് നിറച്ച ഓർക്കസ്ട്ര, പിന്നെ മദ്രാസിലും ഇവിടെയുള്ള എല്ലാ സിംഗേഴ്സും, പിന്നെ നായനാരുടെ മന്ത്രിസഭയിലെ കംപ്ലീറ്റ് ആൾക്കാർ നായനാർ അടക്കം. അങ്ങനെ ഒരു വലിയൊരു സംഭവം വരുന്ന 60th ബർത്ത്ഡേ ദാസേട്ടൻ്റെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. അപ്പം അത് കിട്ടാനുള്ള ഒരു പ്രധാന കാരണമായിരുന്നു ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആള് പറഞ്ഞു, നിങ്ങളുടെ ആ പാട്ടില്ലേ പട്ടാഭിഷേകം, പുള്ളിയുടെ ഈ ഇമേജ് മുഴുവൻ ജഗതിയുടെ ഡാൻസാണ്. പക്ഷേ കിട്ടിയത് ഞങ്ങൾക്കാണ് ആ ചാൻസ്. അടിപൊളിയായിരുന്നു അത്. എക്സ്ട്രാ അതും മധ്യമാവധിയാണ്. അപ്പം മധ്യമാവധിയിൽ തന്നെ വെള്ളാരം കിളികൾ ഒരു മൂഡ്, പട്ടാഭിഷേകം വേറെ മൂഡ്. മധ്യമാവധിയും മോഹനമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചു വിടാം. മോഹനം വളരെ ഹാപ്പി സോങ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ശോകാനം ചെയ്തത് നിങ്ങൾ, അത് രഞ്ജിനിയുടെ ഒരു ഓണപ്പാട്ടിന് വേണ്ടി. അത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ രഞ്ജിനിയുടെ ഓണപ്പാട്ടിന് വെറും ഓണപ്പാട്ടുകളുടെ സിറ്റുവേഷൻ ഒരു 5 പാട്ട് മാത്രം ഓണത്തിന്, 5 or 6 പാട്ട് ഓണത്തിന് പറ്റി വിധത്തിൽ. അത് പൂവേ പൊലി പൂവേ, അത് നമ്മുടെ കൂട്ടുകാരികൾ കേൾക്കുന്ന തൊലിപോയോ എവിടെ നോക്കിയാലും തൊലിപോയോ എന്ന് പറയും. കാരണം പൂവേ പൊലി പോയി ഇല്ലാതെ ഓണപ്പാട്ടില്ല. അങ്ങനെ ഒരു പൂവേ പൊലി പോയോ പറഞ്ഞ ടൈപ്പ്. പിന്നെ ഈ തുമ്പപ്പൂ പോലെ, തുമ്പപ്പൂ നേരത്തെ പാടി പോലെ, അത് വള്ളപ്പാട്ട്, ഇതെല്ലാം ഓണമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഓണത്തിന്റെ ഒരു നൊസ്റ്റാൾജിയ, അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഓണത്തിന് വർക്ക് ചെയ്യുമല്ലോ ശരിക്കും, പഴയ കാലങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കുറെ 4-5 പാട്ടുണ്ടാവും. പിന്നെ കൂടാണ്ട് സിനിമയിലുള്ള സിറ്റുവേഷൻസ്, അതിൻ്റെ അകത്ത് ചിലപ്പോൾ ശോകം വരെ വരും. അന്നൊക്കെ ശോകം ഉണ്ടായിരുന്നു, സിനിമയിൽ ശോകഗാനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു ഈ ആവണി പൊന്നുഞ്ഞാലിൻ്റെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിൽ ശോകഗാനം നല്ലൊരു പാട്ടായിരുന്നെങ്കിലും അത് ആൾക്കാരുടെ ഇമ്പാക്ട് കാരണം ഞാൻ ചേട്ടനും കൂടി തിയേറ്ററിൽ തന്നെ പറഞ്ഞു, ഇനി ശോകഗാനം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. എന്നുണ്ടെങ്കിൽ അത് പരാജയമാവും ഇനിയുള്ള കാലങ്ങളിൽ. ഭക്തിഗാനം ശോകഗാനം ഒന്നും സിനിമയിൽ പറ്റില്ല. അതൊക്കെ പോയി, അതൊക്കെ പണ്ട് കാലത്ത് പാടണമെങ്കിൽ പഴയ കാലത്തുള്ള ശോകഗാനം പാടിക്കോട്ടെ, സുമംഗലി സന്യാസിനിയൊക്കെ പാടിയിരുന്നോട്ടെ. ഇപ്പൊ ശോകഗാനം ഇനി വേണ്ട. അത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഔട്ടാവും അല്ലേ? ദാസേട്ടൻ തന്നെ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാട്ടൊക്കെ പാട്ട്, ഈ പാട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിലിട്, നിങ്ങൾ അവസാന സമയമ്പോഴത്തേക്കും തൂക്കണത് ഈ പാട്ടൊക്കെ ആയിരിക്കും, ഈ കൂടുതൽ മെലഡി ഉള്ളതും. പ്രത്യേകം പറയേണ്ട പാട്ടാണ് കഥയിലെ രാജകുമാരൻ ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു, കഥയിലെ രാജകുമാരനും ഗോപകുമാരിക്കും ഒന്നാവാൻ പുഴയിൽ ദീപങ്ങൾ ഒഴിക്കാൻ മതി, നമുക്കത് പോരാ. കൈതപ്രം സാറിന് എങ്ങനെയൊക്കെ മതിയാവും. പക്ഷെ ആ പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു. അങ്ങനെ ഒരു പാട്ട് കല്യാണരാമനിൽ വരാൻ കാര്യം പ്രിയദർശനാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താമരപ്പൂവിൽ വാഴും ഈ സിറ്റുവേഷന് വേണ്ടി ആദ്യം ഉണ്ടാക്കിയ പാട്ടാണ്. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും. അപ്പൊ അത് ആ സമയത്ത് അന്നത്തെ ദിവസം കേട്ടില്ല. പിറ്റേ ദിവസം രാവിലെ പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് വന്നു. എന്തിനാണെന്ന് വെച്ചാൽ തലേ ദിവസം തിക്കുറിശ്ശേട്ടൻ മരിച്ചതിന്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി. തിക്കുറിശ്ശേട്ടൻ ഗുരുവാണ്, എനിക്ക് എന്തായാലും പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. തിക്കുറിശ്ശേട്ടൻ്റെ ബോഡിയൊക്കെ അടക്കിയെല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം കാലത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ വല്ലതും ഉണ്ടാക്കിയ ഉണ്ടാക്കി എടുത്ത ട്യൂണാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല പാട്ടാണ്, പക്ഷെ ഇത് എനിക്ക് സിറ്റുവേഷനിൽ ചേരൂല. നല്ലൊരു സെറ്റപ്പ് വന്നാൽ മിനിമം ജയറാം അതേപോലത്തെ ഒരു സെറ്റപ്പിൽ വന്നിട്ടുണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കയ്യിൽ വെച്ചേക്ക് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഈ പാട്ട് എത്തേണ്ടടുത്ത് എത്തൂല എന്നൊരു ഉപദേശം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണരാമനിൽ അവർ ആഗ്രഹിച്ചത് ഈ സിറ്റുവേഷന് പകരം ഒരു മായമാളകോള എന്നുള്ള രാഗത്തിൽ, രാഗമൊന്നും പറഞ്ഞില്ല, പക്ഷെ അതേപോലെ ഒരു സെമി ക്ലാസിക്കൽ അതേപോലത്തെ ഒരു ടൈപ്പാണ് വേണ്ടത്. രാഗം വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, ആ മൂഡ് വേണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു പാട്ടുണ്ട് കഥയിലെ രാജകുമാരൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫി പറഞ്ഞു, നമുക്ക് ക്ലാസിക്കലല്ല സെമി ക്ലാസിക്കലല്ലേ വേണ്ട. അപ്പം ലാൽ പറഞ്ഞു, രണ്ടുപേരും ഡയറക്ടർമാരാണല്ലോ. ലാൽ പറഞ്ഞ് ഇത് നല്ലൊരു പാട്ടാണ്, ഹിറ്റ് ആവും, നമ്മൾ സെമി ക്ലാസിക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് നമുക്ക് കിട്ടൂല, അതുകൊണ്ട് ഈ പാട്ട് നമുക്ക് എടുത്തിരിക്കുന്നു, പിക്ചറൈസേഷൻ അതനുസരിച്ച് മാറ്റുന്നു. അന്ന് ശരി എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് കിട്ടിയത്. അപ്പം നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ 2 നല്ല ഒരേപോലെ ക്വാളിറ്റിയുള്ള ചരണങ്ങൾ. അപ്പം അന്ന് ചരണമില്ലായിരുന്നു, പല്ലവി മാത്രം തള്ളി. പല്ലവി സ്പിരിയനൊക്കെ കേട്ടപ്പോഴത്തേക്കും അത് വേണ്ടാന്ന് പറഞ്ഞ് തള്ളി. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് മുഴുവൻ പോവുകയും ചെയ്തു. ചേട്ടൻ ഇത് ഓടിപ്പിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഉണ്ടാക്കിയ 2 ചരണങ്ങളും നല്ല ചരണങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ചരണമുണ്ട്, അതുപോലെ വേറൊരു ചരണം ഉണ്ടായിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി, ഓർമ്മയില്ല. പക്ഷേ പറഞ്ഞ് ഇത് 2 നല്ലതാണ്, ഞങ്ങൾക്ക് ഏത് എടുക്കണമെന്നൊരു കോംപ്ലിക്കേഷൻ, അതിൻ്റെ 2 എടുത്തോന്ന് പറഞ്ഞു. അത് പണ്ട് ബാബുരായ മാഷിൻ്റെയൊക്കെ ചന്ദ്രബിംബം നെഞ്ചിലേറ്റില്ല, അതുപോലത്തെ കുറേ പാട്ടുകൾക്ക് 2 ട്യൂണുണ്ട് ചരണത്തിന്, 2 ചരണമുണ്ട്, 2 ടൈപ്പ് ചരണം ഉണ്ടാവും. അതേപോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആൾക്കാർ സ്വീകരിച്ചോളുന്നുണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞ്, നിങ്ങൾ തന്നെ ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ലോട്ടിട്ട് എടുത്താണ് അങ്ങനെ. അപ്പൊ അതങ്ങോട്ട് കൊടുത്ത് മറ്റേതൊക്കെ തലേന്ന് പോവുകയും ചെയ്തു. പക്ഷേ
ദാസേട്ടനായി കിട്ടിയപ്പോഴത്തേക്ക് അത് അങ്ങോട്ട് പൊന്നായി. അടിപൊളി പാട്ട്. ഞങ്ങളൊരു കാര്യം പറഞ്ഞു ഈ പാട്ട് എടുക്കാൻ ഞങ്ങൾ തരാം, പക്ഷെ ദാസേട്ടൻ പാടണം. കാര്യം ഞങ്ങള് ഇത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലല്ലാണ്ട് വേറെ ഏത് ശബ്ദത്തിൽ കേട്ടാൽ ഇഷ്ടപ്പെടില്ല അല്ലേ. നമ്മൾ ശബ്ദം ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ അതാണ് ശബ്ദം വരണത്. അത്രയും ഘനഗംഭീരമായ സ്വീറ്റ് ആയിട്ടുള്ള ലയിച്ച ഒരു ഭാവ സമ്പുഷ്ടമായ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല അല്ലേ. പിന്നെ അത് കൂടാണ്ട് കൈതപ്രത്തിന്റെ എഴുത്ത്, കൈതപ്രം എഴുതി ഇവിടെ വിളക്കെടുത്താൽ പൂവണിയും സ്വപ്നങ്ങൾ. ഞങ്ങൾ വേറെ ഓർക്കസ്ട്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലാൽ ഇത് കൊണ്ട് കൈ തന്നേ, കൈതപ്രം പോയി ഇതാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചു, അതിന് ട്യൂൺ കൊള്ളാം, ട്യൂണിനനുസരിച്ച് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, നോക്കി പാടി നോക്കാന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ സകല മൂടും പോയി. ചേട്ടൻ പിന്നെ ഓർക്കസ്ട്ര തികൾ ആയിക്കൂടി മൂട് പോയി. നല്ലൊരു പാട്ട് ഹിറ്റാനുള്ള പാട്ട് ഹിറ്റാവില്ല, നല്ലൊരു അവസ്ഥയിലായിപ്പോയി. ഞങ്ങളുടെ അന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങി. ഞാൻ കിടന്നുറങ്ങി, ചേട്ടൻ ഉറക്കം വന്നില്ല. ചേട്ടൻ ഇത് എങ്ങനെ മാറ്റും. അങ്ങനെയാണ് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞ് നമുക്കൊരു കഥ പറയണ പോലെ ആക്കിയാലോ. അപ്പോൾ അയ്യോ, അദ്ദേഹം പോയി വേറെ വർക്കിനോട്ട് പോയിട്ടുണ്ടാവും, അദ്ദേഹം കാലിക്കറ്റേക്ക് പോയില്ലേ. അത് എന്ത് വന്നാലും ഈ പാട്ട് ഇങ്ങനെ ഇവിടെ വിളക്കെടുത്താലെന്ന് പറഞ്ഞ് ഹിറ്റാവില്ല. വേറൊരു ടൈപ്പിൽ പറഞ്ഞ കഥയിലെന്ന് പറഞ്ഞ ലാല് പാടിയില്ലേ, അതുപോലെ പാടി തന്നാലും അങ്ങനെ. എന്നാൽ പിന്നെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടണില്ല, പെട്ടെന്നൊന്ന് വന്ന് എഴുതണമെന്ന് പറഞ്ഞു. അതിനെന്താ ഞാൻ വരാമെന്ന് പറഞ്ഞ് കാലിക്കറ്റിൽ നിന്ന് വീണ്ടും വന്ന് കഥയിലെ വെച്ച് തന്നെ തുടങ്ങി സൂപ്പറായിട്ട് എഴുതി പുള്ളി പോയി. സൂപ്പർ ഹിറ്റ്. അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് ഇപ്പൊ എവിടെ ചെന്നാലും ദാസേട്ടന്റെ കളക്ഷനിൽ ഈ പാട്ടുണ്ട്. അത് മാത്രമല്ല, തെലുങ്കില് ഈ പടം എടുത്തു കല്യാണരാമൻ എടുത്തപ്പോഴത്തേക്കും ഈ ട്യൂൺ കേൾപ്പിച്ചു കൊടുത്തു പ്രൊഡ്യൂസർ. എന്നിട്ട് ഡയറക്ടറോട് പറഞ്ഞ് ഇതേപോലെ വേറൊരു ട്യൂൺ തരാൻ പറഞ്ഞു. ഇതിന് പകരം ഒരു ട്യൂണില്ല, ഇത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ദാസേട്ടനെ കൊണ്ട് തന്നെ പഠിച്ച് കഥയിലു രാമലുലു എന്നൊക്കെ പറഞ്ഞ് തെലുങ്കിൽ പഠിച്ചു. അത് ഭയങ്കര അംഗീകാരമായിട്ട് തോന്നി, കാര്യം ഞങ്ങളുടെ ട്യൂൺ തന്നെയാണ്. നമ്മൾ ഇടയ്ക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളിലൂടെയൊക്കെ വന്നു. സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ടും കൂടെ പറഞ്ഞിട്ട് അല്ല, ഒരു കോംപ്ലിക്കേറ്ററും കൂടി നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ പടങ്ങൾ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപിന് ഞങ്ങളായിട്ട് അത്ര ഒരു സിങ്കാണ്, ഞങ്ങളെ പറ്റി അത്രയും വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനെ ചെസ് എന്നുള്ള സിനിമ, അതെ, അതേപോലെ തന്നെ ദിലീപിന്റെ റൈറ്റ് ഹാൻഡ് ആണ് സിബി ഉദയൻ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അവർക്ക് ഞങ്ങളെ പറ്റി ഭയങ്കര വിശ്വാസമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവറേജിനേക്കാൾ മുകളിൽ ട്യൂൺ തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങളെ തന്നെ വിളിച്ചു. അപ്പം ഞങ്ങൾക്ക് അതുവരെ കിട്ടാത്ത സന്ദർഭമാണ് കിട്ടിയത്. ഒരു സെമി ക്ലാസിക്കൽ പാട്ട് വേണം, അത് ഡാൻസിൻ്റെ പാട്ടായിരിക്കണം. അത് സെമി ക്ലാസിക്കൽ ഡാൻസിൻ്റെ, ഭരതനാട്യം പോലത്തെ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസിൻ്റെ പാട്ടായിരിക്കണം. എന്നിട്ട് ആ പാട്ടും ആ ഡാൻസും ആൾക്കാർ കേട്ടിട്ട് ജഡ്ജസ് അതിന് ഫസ്റ്റ് കൊടുക്കണം. അപ്പം നമുക്കൊരു ചലഞ്ചാണ്, മനസ്സിലായില്ലേ. സാധാരണ ഒരുപാട് ഭരതനാട്യ പാട്ടുകളുണ്ട്, അതുപോലെയൊക്കെ തന്നെ ഒരെണ്ണം വെച്ചിട്ട് ഫസ്റ്റ് എങ്ങനെ കൊടുക്കണം, ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ രണ്ടും കൂടി തീരുമാനിച്ച്. അപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ സോങ് ചെസ്സിലായിരിക്കും, ചന്തം കാളുന്നി. അതും ചേട്ടൻ്റെ ഒരു മോട്ടിവേഷനാണ്. പറഞ്ഞ് സാധാരണയുള്ള കോംപ്ലിക്കേഷൻ അല്ല, നമുക്കൊരു കുറച്ചും കൂടി അസാധാരണമായിട്ടുള്ളൊരു രാഗം പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ പിടിക്കുന്ന രാഗങ്ങൾ സിമ്പിളായിട്ടുള്ള രാഗമല്ല, കോംപ്ലിക്കേറ്റഡ് രാഗം തന്നെ പിടിച്ചു. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് സാധാരണ കിട്ടാറില്ല. സെമി ക്ലാസിക്കൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇരുന്ന് രാഗത്തിൻ്റെ പട്ടികളൊക്കെ നോക്കി, മേളകർത്ത രാഗ പട്ടിക നോക്കി. ഇപ്പം 46ാമത്തെ മേളകർത്ത രാഗ പട്ടിക നമുക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ അത് ചെയ്യാൻ മതി. ആരോഹണം ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൽ പിടിക്കാന്ന് കരുതി ട്യൂൺ ചെയ്ത് വന്നപ്പോഴത്തേക്കും പല്ലവി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഈ സ്വരം അത് കാണാനില്ല, അതില്ല, ചെയ്യാൻ പറ്റണില്ല. ഇതേ വരുന്നുണ്ട്, പാ വരുന്നില്ല. പാ വരുമ്പോഴത്തേക്കും ഒരു സുഖക്കുറവ് എന്തോ. അപ്പം അതിലങ്ങോട്ട് ചെയ്ത്, പക്ഷെ അതിൻ്റെ രാഗത്തിൻ്റെ പേരറിയാൻ പാടില്ല. നമ്മൾക്ക് ഇത്തരം സെമി ക്ലാസിക് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പേര് നമ്മൾ പറയാൻ ബാധ്യസ്ഥനാണല്ലോ. അങ്ങനെ ഇട്ട ട്യൂണാണ് ചന്തം കാളിന്തിനാദം ഗോപി സംഗീതം നെഞ്ചം തേനോരും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലവിന്റെ ശീതളമായ പുളിനം തുളുമ്പി ഞരമ്പിൽ സോമലതിക പിഴിഞ്ഞ ലഹരി ചന്തം കാളിന്തിനാദം ഗോപി സംഗീതം. സംഭവം കൊള്ളാം.
തോന്നി. എന്നാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് രാഗത്തിൽ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു മെലഡി. ഉം. ചരണവും അതനുസരിച്ച് ചെയ്തു. അതേപോലെയൊക്കെ തന്നെ വന്നു. ഓർക്കസ്ട്രയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് ഡാൻസ് അങ്ങോട്ട് മുറുകണം. അപ്പം നമ്മളെന്ത് ജതി പിന്നെ സ്വരങ്ങൾ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് അത് നമുക്ക് സഹായമൊക്കെ ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ അതൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് നല്ലൊരു ലെങ്തി സോങ് ആണ്. കൂടാണ്ട് ഇവർക്ക് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള സോങ്. ദാസേട്ടനെയും എന്നിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ദാസേട്ടനെ വിളിക്കാൻ ശ്രമിച്ചു. ദാസേട്ടനെ കിട്ടണില്ല. പിന്നെ ദാസേട്ടൻ്റെ പെങ്ങളെ വിളിച്ചു, ജയമ്മ ചേച്ചിനെ വിളിച്ചു. പറഞ്ഞു ദാസേട്ടനെ കിട്ടണില്ല, എന്താണ് കിട്ടാത്തതെന്ന്. ദാസേട്ടൻ അമേരിക്കയിലാണ് എന്ന് പറയും. അതെ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൂടുപോയി. ദാസേട്ടൻ ഇനി എപ്പോൾ വന്നിട്ട് എപ്പോൾ പാടണം, അവർക്കാണെങ്കിൽ ധൃതിയാണ്. എനിക്കിത് പാടിച്ചിട്ട് വേൾഡ് ടൂറിന് പോകണം, സൂര്യ വേൾഡ് ടൂർ. അപ്പോൾ ഇതെല്ലാം കൂടി ആകെ കുഴഞ്ഞല്ലാന്ന് ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴത്തേക്കും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ ഇങ്ങനെ വിളിച്ചു. എന്താ എന്നെ അന്വേഷിച്ചതെന്ന് ചോദിച്ചാൽ ചേട്ടനാ. അപ്പോൾ ദാസേട്ടൻ അമേരിക്ക പോയിരുന്നത് നമ്മൾക്ക് ഇങ്ങനെ ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആര് പാടും, അത് ഞാൻ പാടൂലേ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് ദാസേട്ടൻ അമേരിക്ക പോയിരുന്ന നിങ്ങൾക്ക് കൂടി ഇരുന്ന് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ അങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വന്നാൽ കൊള്ളാം, പക്ഷെ എപ്പോൾ വരും? ഞാൻ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും. പക്ഷേ അടുത്ത ആഴ്ച വരെ നീണ്ടു പോകുന്ന പറയുമ്പോൾ ഒരു പണി, നിങ്ങൾ ട്രാക്ക് പാടിക്കുക, ഞാൻ അച്ചിട്ട പോലെ പാടിച്ചു തരാം, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ രാഗത്തിൻ്റെ പേര് പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞത് ചേട്ടൻ ഈ ട്യൂൺ മൂളി കൊടുത്ത് അത് ഷഡ്ഭിത മാർഗിണിയുടെ ഏതാണ് ഞാൻ ഇപ്പോൾ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി കമ്പ്യൂട്ടറിലെല്ലാം എല്ലാ രാഗത്തിൻ്റെ ജന്യരാഗം എല്ലാം ഇങ്ങനെ അടിച്ചു വെച്ചേക്കാണ്. ഷഡ്ഭിത മാർഗിണിന്ന് അടിച്ചപ്പോഴത്തേക്ക് എൻ്റെ ജന്യരാഗങ്ങളൊക്കെ വന്നു. അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു ബഹുമാരണി എന്നുള്ള രാഗമാണ്. കരാളധാരി എന്നും കൂടി ഒരു പേരുണ്ട്, പക്ഷേ അത് അത്ര കോമൺ അല്ല. ബഹുമാരണി എന്ന് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് ബഹുമാരണി. പിന്നെ ബുക്കുകളൊക്കെ ഡി കെ പട്ടാമ്പാളുടെ വലിയ ബുക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ മദ്രാസിൽ നിന്ന് മേടിച്ച് ചിലപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ 46ാമത്തെ മേളകത്തിൽ രാഗം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു രാഗം ബഹുമാരണിയാണ്. അത് ആരും തന്നെ അത് ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. പക്ഷേ ഇത്രയും കോംപ്ലിക്കേറ്റുള്ള ചാലഞ്ചിങ് ആയിട്ട് എടുത്തിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാടി തന്ന രണ്ടാൾക്കാരാണെന്ന് ഗാനഗന്ധർവ്വ വാനമ്പാടി. നമുക്ക് പിന്നെ എന്താ വേണ്ടത്, എന്തും നമുക്ക് കമ്പോസ് ചെയ്യാമല്ലോ. ഈ സംഗീതത്തിന് 12 സ്വരങ്ങളിൽ എന്തും വെച്ച് നമുക്ക് കമ്പോസ് ചെയ്യാം. അത് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം. ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട്, ഇത് അധികം പടങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റാണ്. അതാണ് വയലാർ, സാക്ഷാൽ വയലാറിൻ്റെ മകൻ ശരത്ചന്ദ്രവർമ്മ, വയലാർ ശരത്ചന്ദ്രവർമ്മ. നമ്മളൊരു ലളിതമായിട്ടുള്ളൊരു പാട്ടിൽ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീയിലായിരം. അത് ഈ പറയുന്നത് പോലെ ലൈറ്റായിട്ട് എല്ലാവരും പാടുന്ന ഒരു, എല്ലാവർക്കും പാടാൻ പറ്റുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, കേരനിരകളാടും ഒക്കെ പറയും പോലെ ഒരു പാട്ടായിട്ട് മാറിയിട്ടുള്ളൊരു പാട്ടാണ് കാര്യസ്ഥനിലെ പാട്ട്. അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാര്യസ്ഥൻ ഞങ്ങൾ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോഴത്തേക്കും സിബിയും ഉദയനും തോംസൺ, ആ പടം കിട്ടാൻ തന്നെ കാരണം തോംസനാണ്. സിബി ഉദയൻ്റെ ഞങ്ങൾക്ക് അത്ര അടുപ്പമുള്ളവരാണ്. തോംസൺ പറഞ്ഞ് എൻ്റെ ആദ്യത്തെ പടമാണ്, ഇതിലെല്ലാ പാട്ടും ഹിറ്റായിരിക്കണം, അതിന് ബേണി ഗിനീഡ്സ് തന്നെ വേണം എന്ന് പുള്ളി നിർബന്ധം. അവർക്ക് എപ്പോൾ സമയമുണ്ട് അപ്പം ഞാൻ ഈ പടം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ത്രില്ലായി. അങ്ങനെ ഒരു അംഗീകാരമല്ലേ അത്, ഒരു ഡയറക്ടർ അങ്ങനെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ തന്നെ നമ്മളവിടെ ചെന്ന് 3 പേർ കൂടി കഥ പറയുന്നതിന് മുമ്പ് പറഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള 5 സിറ്റുവേഷൻ ഉണ്ട്, 5 തോന്നുന്നു, എല്ലാം ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ പാടാൻ പറ്റിയതായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മലയാളി പെണ്ണെ ഒരു ലവ് സോങ് ആണ്. പക്ഷേ അതുകൊണ്ട് മലയാളികളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് കയറാവുന്നൊരു ടൈപ്പായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കിയത്. ഇങ്ങനെ ട്യൂൺ ചേട്ടനും ഞാനും കൂടി ഒരു രാത്രി ഇരുന്ന് ഉണ്ടാക്കിയത്, ഒരു കമ്പോസിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു, അവരുടെ ഇതിനു മുമ്പുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിബി ഉദയൻ്റെ, അതിൽ ചേട്ടൻ്റെ മകൻ സുബിനെ കൊണ്ട് അവൻ ചെറുപ്പത്തിൽ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ട്. മിന്ന മിന്നി, പിന്നെ കാട്ടിലെ കണ്ണനിലെ ഹിന്ദിയും മലയാളമൊക്കെ പാടിയിട്ടുണ്ട്, സൂപ്പർ ഹിറ്റാണല്ലോ. അത് കഴിഞ്ഞിട്ട് വലുതായ ശേഷം എൻ്റെ മെയിൽ വോയിസ് വന്ന ശേഷം ഒരു പാട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല, ഒരു ഹിറ്റ് വന്നിട്ടില്ല. അപ്പോൾ നല്ല ടാലൻറ്റുമാണ് പാടാനുള്ള കാര്യത്തിൽ. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ കൊടുക്കാം നിർത്തി ആ പാട്ട് അങ്ങനെ അവന് വേണ്ടി വെച്ചെങ്കിലും അപ്പോഴേക്കും എന്തോ സന്ദർഭത്തിൻ്റെ വ്യത്യാസം കൊണ്ടോ എങ്ങനെയൊക്കെയോ പെട്ടെന്നുള്ള ഒരു ധൃതി കൊണ്ടോ എങ്ങനെയൊക്കെ ആ പാട്ട് കൊടുക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം സിബി ഉദയനും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ചേട്ടൻ്റെ മകന്, ഇഗ്നേഴ്സ് ചേട്ടൻ്റെ മകന് ഈ പാട്ട് കൊടുക്കണം, ആ വിധത്തിൽ കമ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ത്രില്ലായി. നമ്മുടെ ഫാമിലിയിലെ ഒരു അഭിമാനമാണ് അല്ലേ. അങ്ങനെയാണ് ഇതിന് പറ്റിയ വിധത്തിൽ ഉണ്ടാക്കിയത്. ഈവൻ പാടിയപ്പോഴത്തേക്കുള്ളൊരു ഇതുവരെ എനിക്ക് കിട്ടാത്തൊരു ഒരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ എങ്ങനെ പോയാലും ഒരു പല്ലവി 2 വരി പാടി പിന്നെ അടുത്ത 2 വരി പാടി ഇങ്ങനെ കട്ടി പാടാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അവനും ജമ്മനും ചെയ്യുമ്പോൾ ഇത് അങ്ങനെ പാടാൻ സമ്മതിക്കില്ല. എനിക്ക് ഒറ്റയടിക്കാണ് പാടണം. അതിനെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം കൂടെ ഫുള്ളായിട്ട് അങ്ങോട്ട് പാടിച്ചിട്ട് പിന്നെ ഒറ്റ അടിക്ക് പാടിയതാണ് കേൾക്കണത്. അല്ലാണ്ട് മുറിച്ച് അത് പണ്ടത്തെ ആൾക്കാർ സിംഗിൾ ട്രാക്കിൽ പാടൂലേ, ഒറ്റയടിക്കേ പാടാൻ പറ്റുള്ളൂ, മുറിച്ചൊന്നും പാടാൻ പറ്റില്ല ഇന്നത്തെ പോലെ, ഒരു വാക്ക് മാത്രം എടുത്തൊന്നും പാടാൻ പറ്റില്ല. അങ്ങനെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. പല്ലവി, ചരണം, അതിൻ്റെ ചരണമൊക്കെ BGM ഒക്കെ കേട്ട്, അന്നത്തെ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യണത്. BGMs ഒക്കെ കേട്ട് മനസ്സിലാക്കി എൻ്റെ ഫീലൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ചരണം പാടുന്നത്. അത് കഴിയുമ്പോൾ സെക്കൻഡ് BG, അതാണ് ആ പൂർണ്ണത.
അവൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ പാടി ഒരു കുഴപ്പമില്ലാണ്ട് പാടി അവൻ്റെതായിട്ടുള്ള കുറേ ഗമകങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ നല്ല രസമുണ്ട് അതൊക്കെ. അതെ അതെ. ഈ ചൈൽഡ് സോങ്ങുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രിയത്തിലെ പാട്ടുകളുണ്ട്, മിന്നാമിന്നിയും കട്ടുറുമ്പിന് കല്യാണവും ഒക്കെ ഉണ്ട്. പക്ഷേ അത് സ്കിപ്പ് ചെയ്ത് പോകുന്ന എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയായിരുന്നു. ശരിക്കും കർണാട്ടിക് മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി പോയിട്ട് അമ്പലത്തിൽ കച്ചേരി നടത്തി ജീവിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ സിനിമയിൽ കിട്ടണം, ഇല്ലെങ്കിൽ വേറെ ലളിത സംഗീതമൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണോ ശരിക്കും ഹിന്ദുസ്ഥാനി ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാനി ട്രൈ ചെയ്യാമെന്ന് തീരുമാനിക്കണേ? അല്ല, ഞാൻ കർണാട്ടിക് ആകെ കൂടി പഠിച്ച ഒരു 6 മാസമാണ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കർണാട്ടിക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ സാഹചര്യം ഞാൻ ഒന്നിക്കുന്നില്ലായിരുന്നു. ഫാദർ മരിച്ച ശേഷം ജീവിച്ചു വന്നത് വളരെ കഷ്ടപ്പെട്ടാണ്, മറ്റുള്ള അങ്കിൾമാരുടെയൊക്കെ സഹായത്താൽ. അപ്പോൾ ആ സമയത്ത് ജീവിക്കുക, കർണാട്ടിക് പഠിക്കാനുള്ള ഫീസ് തരുമോ, അത് പറ്റൂല. പക്ഷേ എൻ്റെ നേരെ മൂത്ത ചേട്ടൻ മരിച്ചുപോയി, ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒരു 6 മാസത്തേക്ക് എനിക്ക് ഫീസ് തന്നു. അത് ഇപ്പോൾ അദ്ദേഹത്തിന് പറ്റാണ്ടായി. അപ്പോൾ അങ്ങനെ 6 മാസം വരെ ഞാൻ പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഒന്നിനും പുറകെ ഒന്നായിട്ട് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് പഠിച്ചേക്കണത് 6 മാസമാണ് കർണാട്ടിക് മ്യൂസിക്. പിന്നെ അതിനുശേഷം പിന്നെ BSc ആയപ്പോഴത്തേക്കും, ആ കാലഘട്ടത്തിലപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കലാഭവനിൽ ആദ്യം റിതം ഗിറ്റാറായിട്ട് കിട്ടി. ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്കും ലീഡ് ഗിറ്റാറിസ്റ്റായി സീനിയർ ട്രൂപ്പിൽ. അതിനുമ്പോൾ ജൂനിയർ ട്രൂപ്പിലൊക്കെ CACയിലും കലാഭവനിലൊക്കെ പാടിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വരുമാനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കലാഭവൻ നല്ല ഭൂമിയിൽ നിൽക്കുന്ന സമയമാണ്, മാക്സിമത്തിൽ നിൽക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രോഗ്രാമും. അന്നത്തെ ചെറിയ, ഇന്ന് നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് തോന്നിയാലും അന്നത്തെ വലിയൊരു റെമ്യൂണറേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നി ഈ ഗിറ്റാർ വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. അന്ന് എനിക്ക് വായിക്കാനുള്ള ഓർമ്മയും ബുദ്ധിയൊക്കെ ഉണ്ട്, അതായത് ചെറുപ്പമുള്ള. പക്ഷേ അത് കുറച്ച് കളയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓർമ്മയൊക്കെ നശിക്കും, കുറയും. അപ്പോഴും നമുക്ക് ഈ നോട്ട് നോക്കി വായിക്കണമെങ്കിൽ നോട്ട്സ് പഠിക്കണം എന്ന് കരുതി നമുക്ക് ആയിക്കൂടെ അന്ന് പഠിക്കാൻ ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞാൽ റെക്സ് ഐസക് എന്ന് പറഞ്ഞാൽ ലെജൻഡറി വയലിനിസ്റ്റ്. അദ്ദേഹത്തെ ഏട്ടൻ എമ്മിലും കൂടിയാണ് കേരളത്തിൽ നല്ലൊരു ചിട്ടയായിട്ടുള്ള ഓർക്കസ്ട്ര നൊട്ടേഷനൊക്കെ വെച്ചിട്ട് ഓർക്കസ്ട്ര ഫോം ചെയ്ത്, ഓർക്കസ്ട്രയെ പറ്റിയുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഓർക്കസ്ട്രയും മറ്റും ഒരുപാട് സ്റ്റുഡൻസിനെയൊക്കെ ഉണ്ടാക്കി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ലൊരു മ്യൂസീഷ്യൻസിനെ വാർത്തെടുത്തതിൻ്റെ ആദ്യത്തെ ആൾക്കാർ അവർ രണ്ടുപേരാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ പ്രിൻസിപ്പാളായിരുന്നു CACയിൽ. അപ്പോൾ അദ്ദേഹം വയലിനിസ്റ്റാണ്. ഗിറ്റാർ പഠിപ്പിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ എന്ത് നോക്കാനൊക്കെ ഇപ്പം ഇല്ലെങ്കിൽ വേണ്ട നിർത്തിയിട്ട് ഞാനവിടെ ചെന്നൊരു ദിവസം, ഞാനിപ്പോൾ ആൽബർട്ട്സിൽ തൊട്ടടുത്ത ആണ് ആൽബർട്ട്സ്. അവിടെ പോണതിന് മുമ്പ് ഞാനെന്നാൽ ഇവിടെ ചെന്നിട്ട് സാറിൻ്റെ റൂമിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മാസ്റ്ററെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, എനിക്ക് ഗിറ്റാറിൽ വെസ്റ്റേൺ നൊട്ടേഷൻ പഠിക്കണം, വയലിനിൽ പഠിക്കണ്ട. അതൊരു ഉപകരണം പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചാൽ ഞാൻ അവിടുത്തെ ഗിറ്റാറിസ്റ്റാണല്ലോ കലാഭവനിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ ഇപ്പം തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ അങ്ങനെ തോന്നി. അങ്ങനെ ആ ഒരു മണിക്കൂർ അദ്ദേഹം എനിക്ക് എക്സ്പ്രസ് വേയിലാണ് എടുത്ത് തന്നെ എന്നിട്ട് പറഞ്ഞ്, ബേണിക്ക് ഇങ്ങനെ വളരെ പതുക്കെ ഒരാൾക്ക് സാധാരണ എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. എൻ്റെ ഉള്ളിൽ ഞാൻ വളരെ സ്പീഡായിട്ട് എടുത്തു പോകും, പെട്ടെന്ന് മനസ്സിലാകാനും പറ്റും, സമയം കളയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടി. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അന്ന് സ്റ്റേവ് എന്ന് പറഞ്ഞാൽ 5 വഴി ലൈനൊന്നും ഇല്ല. അദ്ദേഹം തന്നെ ഇതെല്ലാം വരച്ചിട്ടാണ് ബുക്കിൽ 200 എൻ്റെ ബുക്കിലാണ് എഴുതേണ്ടത്. എന്നിട്ട് പുള്ളി എന്നെ കമ്പോസ് ചെയ്ത് തരണത്. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടൊന്നുമല്ല, എന്തെങ്കിലും മനസ്സിലാക്കിയാൽ മതി എന്നുള്ളത്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വേറൊരു വയലിനിസ്റ്റ്, സീനിയർ വയലിനിസ്റ്റ് അവിടെ ഇരിക്കണം, പത്രമൊക്കെ വായിച്ചിരിക്കുന്നു. താനെന്താണ് റെക്സിൻ്റെ അടുത്ത് മുറി പോയി ഇത്ര നേരം ഇരുന്ന് വെച്ചാൽ ഞാൻ അവിടെ നൊട്ടേഷൻ പഠിക്കാൻ വേണ്ടി ഗിറ്റാറിൽ. നൊട്ടേഷനാ തന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ എന്നെ കൊണ്ട് പറ്റാത്തത്? എനിക്ക് ആദ്യം ചെറിയൊരു പ്രയാസം ഉണ്ടായി, പക്ഷെ അത് അപ്പം തന്നെ പോയി. എന്നാൽ പിന്നെ ഒന്ന് നോക്കണമെന്നായി. അങ്ങനെ ഞാൻ ആദ്യത്തെ ക്ലാസ് മുതൽ ഇതെങ്ങനെ എനിക്ക് എൻ്റെ കലാഭവനിൽ വായിക്കുന്ന ബിറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ചിന്തിച്ച് പിന്നെ അതൊരു ജ്വരമായി. അങ്ങനെ വന്നൊരു 2-3 മാസം കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് വളരെ ഫ്ലുവൻ്റായി. പിന്നെ നോട്ട്സ് എഴുതി, എന്തെങ്കിലും പാട്ട് കേട്ടാൽ നോട്ട്സ് എഴുതാനും അത് നോക്കി വായിക്കാനും ഒക്കെ ഗിറ്റാറിൽ വായിക്കാനുള്ള ഒരു ടാലൻറ്റ് വന്നു. അതിനൊരു സ്പിരിറ്റ് കിട്ടിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നാണ്. അല്ലാണ്ട് തന്നെ കൊണ്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സാധിക്കുന്നതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു വാശി ഉണ്ടാവില്ല. അപ്പോൾ ദാസിയേട്ടൻ പറയാറില്ല, ഇങ്ങനെ ഒരു വാശി വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്ന് പറയുന്ന പോലെ ഒരു വാശിയുള്ളത് നല്ലതാണ്. അതിന് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചില സ്ട്രോക്കുകൾ നമ്മളെ പോസിറ്റീവ് ആക്കും. ഹിന്ദുസ്ഥാനിയിലേക്ക് കടന്നതും ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുറച്ച് അടുത്തുള്ള ഒരു സാറിൻ്റെ അടുത്ത് കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പോയി. ഞാൻ പിന്നെ വെസ്റ്റേൺ മ്യൂസിക്കും ഗാനമേളയും അതിനിടയ്ക്ക് എൻ്റെ ജോലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. കർണാട്ടിക്കിൽ പിന്നെ അധികം എനിക്ക് അതിന് സഞ്ചരിക്കാൻ പറ്റിയില്ല. 6 മാസത്തേക്കുള്ള 10ാം ക്ലാസ്സിലെ അറിവേ എനിക്കുണ്ടായിരുന്നുള്ളത്. പിന്നെ ഞാൻ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുരുക്കം വാങ്ങണമെപ്പോഴത്തേക്കും ഞാൻ വെറുതെ ചോദിക്കും, കച്ചേരിയെ പറ്റി അല്ലെങ്കിൽ കീർത്തനെ പറ്റിയൊന്നും ചോദിക്കാൻ അറിയാൻ പാടില്ല. ഞാനപ്പോൾ ചോദിക്കും, ഇപ്പോൾ സിനിമ പാട്ടിലൊക്കെ അന്ന് മുഴുവൻ രാഗങ്ങളിലുള്ള പാട്ടുകളാണല്ലോ. അപ്പോൾ ഏതെങ്കിലും രാഗങ്ങളാണെന്ന് അറിയാം, പക്ഷേ ഏത് രാഗമാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, ആ രാഗം ഏതാ?
ഈ പാട്ടിൻ്റെ രാഗം ഏതാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഗുരുക്കന്മാരാണല്ലോ അവരുടെ മനസ്സെന്ന് പറഞ്ഞപ്പോഴും അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. മോനെ വാ ഇരിക്കുന്നു എന്നിട്ട് അവർ പറയാം ഇന്ന രാഗം ഇന്നതാണ്, അത് ഇവിടെ നിന്ന് തുടങ്ങിയതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കാതോർത്തിരിക്കും. എന്നിട്ട് അത് പിന്നെ എഴുതിയൊന്നും വെക്കേണ്ട കാര്യമില്ല, അത് തലയിലുണ്ടാവും. നമ്മുടെ മനസ്സ് സംഗീതത്തിലുള്ളതിൻ്റെ പേരിൽ പ്രധാനപ്പെട്ട ആളാണ് കെ ആന്റണി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും കേട്ടിട്ടുള്ള പരിശുദ്ധാത്മാവേ ആ പാട്ട് കമ്പോസ് ചെയ്തതാണ്. അത് അദ്ദേഹം കലാഭവന്റെ മ്യൂസിക് ഡയറക്ടറാണ്, പ്ലസ് ഏറ്റവും വലിയ സീനിയർ അധ്യാപകനുമാണ്. അപ്പോൾ അദ്ദേഹം വന്നിങ്ങനെ പ്രാക്ടീസ് കേൾക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങളുടെ പ്രാക്ടീസൊക്കെ കേൾക്കാൻ വേണ്ടിയിരിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ അടുത്ത് നിന്ന് ചോദിക്കും, സാറേ ഈ പാട്ടിൻ്റെ രാഗം ഏതാണ്? അപ്പോൾ പുള്ളിക്ക് എന്തോ എന്നോട് താല്പര്യം തോന്നി. എന്നെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, എൻ്റെ അസിസ്റ്റൻ്റ് ആയിക്കോ, എനിക്ക് ഒരുപാട് വർക്കുകൾ ഇങ്ങനെ വരും, അപ്പോൾ അതിൻ്റെ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പറ്റി രാഗങ്ങളൊന്നും അറിയാൻ പാടില്ല, ഞാൻ പറഞ്ഞുതരാം, ഓരോ പാട്ടിൻ്റെ രാഗം ഞാൻ പറഞ്ഞു തന്നിട്ട് അത് കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു തന്ന ശേഷം മാത്രം മോൻ അതിൻ്റെ അകത്ത് കമ്പോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതെനിക്കൊരു സ്ഥിരം ശീലമായി. പുള്ളി 10 പാട്ട് ചെയ്യുമ്പോൾ അന്നത്തെ കാസറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, 10 പാട്ട് 10 രാഗത്തിലായിരിക്കും. അത് ഹിന്ദുസ്ഥാനി അറിയാം, കർണാട്ടിക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഹിന്ദുസ്ഥാനി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഒരുപാടൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല, ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ആ കുറേ രാഗങ്ങളെ പറ്റി എനിക്കൊരു ധാരണയായി. പിന്നെ CS വരുമ്പോഴത്തേക്ക് അവിടെ അല്ലിയാമ്പലൊക്കെ ചെയ്ത ജോബ് മാസ്റ്റർ ഉണ്ട്. ജോബ് മാസ്റ്ററിൻ്റെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളൊക്കെ പല പല രാഗത്തിലായിരിക്കും. അപ്പോൾ അതും ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് താല്പര്യം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഒരുമാരെ പഴയ രാഘവ മാസ്റ്റർ, MSV ആരൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുടെ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർമാരുടെയൊക്കെ അസിസ്റ്റൻ്റ് ആകാൻ, രവീന്ദ്രൻ മാസ്റ്റർ അടക്കം രാഗത്തിലൊക്കെ ചെയ്യുന്ന, അങ്ങനെ അവരുടെയൊക്കെ അസിസ്റ്റൻ്റ് ആകാൻ ഭാഗ്യം കിട്ടിയതിൻ്റെ പേരിൽ അവർ ചെയ്യുമ്പോൾ ആ രാഗം എനിക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഓട്ടോമാറ്റിക്കായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് പറഞ്ഞു തരാതെ തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ നോട്ടുകൾ ഇന്നതാണെന്ന് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ഞാൻ ഈ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കർണാടകയിലേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും തേന്മാവൻ നിൽക്കുമ്പോഴത്തെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്നോടൊരു വൈപ്പിൻ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വലിയ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു നാടകത്തിൻ്റെ. അദ്ദേഹവും ഞാനും കൂടി ഒരു ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കെൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ആക്കി തരുമോ, എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനായിട്ടൊരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു. അതെന്താ, അപ്പോൾ എൻ്റെ ഒരു സ്കൂട്ടറുണ്ട്, ആകെ തന്നെ പുറകെ ഞാൻ ഏതാണ് ഗുരു എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കങ്ങഴ വാസുദേവൻ മാസ്റ്റർ. ഭയങ്കര നോളജുള്ള ആളാണ്, ഇന്നത്തെ കേരളത്തിൽ തന്നെ ഇത്ര നോളജുള്ള ആൾ ഞാൻ കണ്ടിട്ടില്ല. അതാണ് പെർഫെക്റ്റ് ജെന്റിൽമാനാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെ അറിവുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ പോയാലാ, എൻ്റെ കൂട്ടി അവിടെ ചെന്ന് അദ്ദേഹത്തോട്ട് സംസാരം. അപ്പോൾ അദ്ദേഹത്തിന് ഭരതനാട്യത്തിന് പാടാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ട്, അധികം സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്പർ മേടിച്ചിട്ട് അന്നെല്ലാം മൊബൈലൊന്നും ഇല്ലല്ലോ, നമ്പർ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് സാറിൻ്റെ അടുത്ത് ശിഷ്യപ്പെടണമെന്നു. അതെന്താ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലാണ് വീടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓരോരോ ശിഷ്യന്മാരുടെ വീട്ടിൽ വന്ന് പഠിപ്പിക്കും. അപ്പം ഇന്ന വീട്ടിലുണ്ടെന്ന് എന്നെ അറിയിക്കുമ്പോഴത്തേക്കും ഞാനവിടെ പോയി പഠിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടനപ്പോൾ വേറെ സ്ഥലത്ത് പോയി പഠിക്കാനുള്ള, നമുക്ക് രണ്ടുപേരും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെയുള്ള അറിവ് കിട്ടുമല്ലോ. മാത്രമല്ല അദ്ദേഹം ചേട്ടൻ്റെ ഗുരു മരിച്ചും പോയി. അപ്പോൾ പിന്നെ പുള്ളിയും സ്റ്റക്കായിട്ടിരിക്കണം, ഞാനും സ്റ്റക്കായിട്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഓരോരോ സ്ഥലത്ത് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി, എവിടെയാണ് വന്നത് എവിടെയാണ് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് വിചാരിച്ച് രണ്ടുപേരെയും കൂടി ചേട്ടനിയന്മാരും സിനിമയിലൊക്കെ ഉണ്ട്, അവരിങ്ങനെ വരുത്തണത് ശരിയല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് 2-3 ദിവസം ഒരു വീട്ടുകാരനെ പോലെ വന്നിട്ട് ഒരുപാട് അറിവ്. പക്ഷേ അറിവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കീർത്തനം കഴിയുമ്പോൾ അടുത്ത് അങ്ങനെ അത് പഠിപ്പിക്കലല്ല. നമ്മൾക്ക് ആ സമയത്ത് കറണ്ട് ഏത് രാഗമാണ് വേണ്ടത് ആ രാഗം എടുക്കും. റെയർ രാഗമായിരിക്കും മിക്കവാറും. ആ രാഗത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങളെ കൊണ്ട് കമ്പോസ് ചെയ്യും. കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് രാഗത്തിൽ നിന്ന് മാറിപ്പോകണമെന്നാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഭക്തിഗാനങ്ങളിലൊക്കെ തന്നെ റെയറായിട്ടുള്ള, അതായത് 5 സ്വരങ്ങളെങ്കിൽ മിനിമം രാഗം വേണം. ഒരു 4 സ്വരങ്ങളുള്ള കുറേ രാഗങ്ങൾ ബാലമുരളികൃഷ്ണ സാറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങളെ കൊണ്ട് കമ്പോസ് ചെയ്യും. അപ്പോൾ അതങ്ങോട്ട് നമുക്ക് മനസ്സിലായോ കുറേ കാര്യങ്ങൾ കമ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ രാഗത്തിൽ. സത്യം പറഞ്ഞാൽ അത് വലിയൊരു അറിവായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം മരിച്ച് പിന്നെ ആണ് അപ്പോഴേക്കും ഒരുപാട് പടങ്ങൾ ചെയ്തിരുന്ന എനിക്കും ചേട്ടനും ഒരു കുറവ് വന്നു പടത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും യുവജീവന മാർഗത്തിന് വേറെ നമ്മുടെ കൊച്ചിയിലുള്ള ആ ഒരു സീനും ഞങ്ങളുടെ നിന്ന് അകന്നുപോയി. പിന്നെ അവരുടെ സാധാരണ ആൾക്കാരുടെ പ്രൊഡ്യൂസർമാരുടെയും മ്യൂസിക് ഡയറക്ടർമാരുടെയൊക്കെ ധാരണ ഞാനും ചേട്ടനും മദ്രാസിൽ തകർന്ന് തകർക്കുകയാണ്. എന്നുണ്ടെങ്കിൽ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ TV യിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേരുകൾ അങ്ങനെ ഉണ്ട്. തിയേറ്ററിലും ഇടക്കിടക്ക് പഴയ പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ബേണിഗിനേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ പടങ്ങൾ വളരെ കുറഞ്ഞു. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സംഗീതത്തിൽ തന്നെ ചുവട് മാറ്റി പിടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഒന്നേ ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടത്തില്ല. അത് നമുക്ക് കയറാനും നിവൃത്തിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ വിചാരിച്ചു എൻ്റെ സ്ഥിരം ജോലി ഉണ്ടല്ലോ KSFE, ചേട്ടന് KSRTC ഉണ്ട്, അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. ചേട്ടൻ അപ്പോഴേക്കും റിട്ടയർ ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ KSFEയിലേക്ക് പോകാൻ വേണ്ടി അവിടെ പോയി ഒക്കെ ഒപ്പിട്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്കുമാണ് എന്നെ മുംബൈക്ക് വിളിക്കണം. മുംബൈക്ക് നേരിട്ടല്ല, മുംബൈക്കടെ മരിച്ചുപോയ തബലിസ്റ്റ് ഉണ്ട്, അദ്ദേഹം വിളിച്ചു പറഞ്ഞു മുംബൈക്കടെ ഗസൽസ് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വായിക്കാം, സന്തോഷമായി. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് മുംബൈക്ക് പറഞ്ഞ ടേംസ് മുഴുവൻ അതും സ്റ്റേജിൽ വെച്ചിട്ട് കർണാട്ടിക്കല്ല ഹിന്ദുസ്ഥാനി ടേംസാണ് പറഞ്ഞത്. അദ്ദേഹം പഠിച്ചേക്കണ ഹിന്ദുസ്ഥാനിയാണ്.
അപ്പം ഹിന്ദുസ്ഥാനി ടേംസ് പഠിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ തന്നെ കാരണം ഇപ്പോൾ രൂപക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപക താളം വേറെ ഉണ്ട്, രൂപക്ക് വേറെ ഹിന്ദുസ്ഥാനിയിൽ. തോടി എന്ന് പറഞ്ഞാൽ കർണാടകയിലെ തോടി വേറെ, ഹിന്ദുസ്ഥാനി തോടി വേറെ. പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഹിന്ദുസ്ഥാനിയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ വരാം, ഞാൻ കുറച്ചെങ്കിലും പഠിച്ചേക്കുന്നത് കർണാടകയാണല്ലോ, അറിയാതെ അതിലോട്ട് പോകും. അപ്പം ഞാൻ ആ സ്റ്റേജിലിരുന്ന് തീരുമാനിച്ചു ഇനി ഇവിടെ അടുത്ത സ്റ്റേജിൽ വരണമെങ്കിൽ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ തുടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എവിടെ പോയി തുടങ്ങും? എറണാകുളത്തില്ല. എറണാകുളത്തല്ലാണ്ട് ഈ ഇത്തരം തിരക്കിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വേറെ സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റില്ല. ഞാൻ ഉടനെ അന്ന് വരെ എൻ്റെ ഫ്രണ്ടായിരുന്നു രമേശ് നാരായണൻ. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാട്ടും എന്നൊക്കെ സിത്താർ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം സിത്താർ, ഞാൻ ഗിറ്റാർ വായിച്ചിട്ടുണ്ട്. ഞാൻ അസിസ്റ്റ് ചെയ്യണ വർക്കുകൾക്ക് അദ്ദേഹം സിത്താർ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ബന്ധമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ് അന്നൊക്കെ ഞാൻ രമേശ് എന്നാണ് വിളിക്കണത്. രമേശ്, എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് ഹിന്ദുസ്ഥാനി പഠിക്കണം. അതിന് എനിക്ക് തിരുവനന്തപുരത്ത് പോയി വന്ന് തിരിച്ചു വരാനുള്ള സമയമില്ല. അതിന് എന്താ ചെയ്യേണ്ടത് മാർഗം എന്ന് പറഞ്ഞാൽ എന്ന് പറയും. ഇന്നതുപോലെ ഓൺലൈൻ ക്ലാസ്സൊന്നും ഇല്ല. അതിനെന്താണ് എൻ്റെ ബ്രാഞ്ച്, എൻ്റെ സ്കൂളിൻ്റെ ബ്രാഞ്ച് അവിടെ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സീനിയർ ഡിസേബിളാണ് അവിടെ പഠിക്കുന്നത്. അവിടെ പോയി പഠിച്ചു, നന്നായിട്ട് പഠിപ്പിക്കും എന്ന് പറയും. നമ്പർ വന്നപ്പോൾ IVCCയുടെ 6 പാട്ടിൽ ഒരു പാട്ടിൻ്റെ പകുതി ഈ ഇദ്ദേഹമാണ് പാടിയത്, മോഹൻ കുമാർ. അദ്ദേഹത്തെ വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം കരുതി ഞാൻ അന്ന് എൻ്റെ ശിക്ഷണത്തിൽ പുള്ളി സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ, അപ്പം അവിടെ വന്നാൽ സ്കൂളിൽ ഒന്ന് പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നിരുന്നിട്ട് പുള്ളി പറയും, മോഹൻ സാർ പറഞ്ഞു ഞാൻ വീട്ടിലൊന്നും പഠിപ്പിക്കില്ല, അതിനുള്ള സമയമില്ല, 2 ദിവസം ഞാൻ അവിടെ ഉണ്ടാവുള്ളൂ, ഒരുപാട് സ്റ്റുഡൻസും ഉണ്ട്, ഇവിടെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്താ വരാം, സംഗീതത്തിൽ എല്ലാവരും തുല്യരല്ലേ, കടൽ പോലെ കിടക്കുന്ന സ്ഥലത്ത് നമ്മളൊരിത്തിരി സാപ്പാസ പഠിച്ചെന്ന് പറഞ്ഞിട്ട് വലിയൊരു ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ പോയി ചേർന്നപ്പോഴത്തേക്ക് നല്ലൊരു സ്നേഹമുള്ള ഒരു കൂട്ടായ്മ, നല്ല വിവരമുള്ള നല്ല സ്റ്റുഡൻസ്. ഇപ്പോഴും ആ മനസ്സിലാ ബന്ധമുണ്ട്. അവരുണ്ട്, ആ സന്തോഷമായി. അപ്പോൾ അദ്ദേഹം വരുമ്പോഴൊക്കെ 1-2 ദിവസം ഞാൻ വേറെ വർക്കൊന്നും എടുക്കില്ല, നേരെ അവിടെ പോയി കാലത്തിൽ വൈകുന്നേരം വരെ ഇരുന്ന് അങ്ങനെ പഠിച്ച് 3 വർഷം പഠിച്ചു. 7 വർഷത്തെ കോഴ്സാണ്. 3 വർഷം പഠിച്ചപ്പോൾ അദ്ദേഹം പോയി ദുബായിലേക്ക്. പിന്നെ പഠിപ്പിച്ച ആളാണ് വിജയസേനൻ സാറ്. അങ്ങനെ വിജയസേനൻ സാറിൻ്റെ അടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ അപ്പോഴേക്കും എനിക്ക് വേറെ ജോലികളൊക്കെ വന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വിജയൻ സാറിൻ്റെ അടുത്ത് 6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശമൊക്കെ പഠിച്ചു. ഇടയ്ക്കിടയ്ക്ക് എന്നെ KSFBയിലേക്ക് വിളിക്കും. അപ്പോൾ ഞാൻ 6 മാസം 1 വർഷമൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ഇടും. പിന്നെ അങ്ങനെ പോയി 6 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കോവിഡിൻ്റെ സീനൊക്കെ വന്ന്, പ്രളയം വന്ന്, അങ്ങനെ അപ്പോഴത്തേക്കും നമുക്ക് പോയി വരുന്നും പഠിക്കാനുള്ള ഒരു അവസ്ഥയില്ലാണ്ടായി. അങ്ങനെ വിട്ടുപോയിട്ടൊരു 4 വർഷം പഠിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി എൻ്റെ കൂടെ പഠിച്ചൊരു ഡോക്ടർ നന്ദിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, വേണി എന്താണ് ചെയ്തത്, കൊല വരെ എത്തിയിട്ട് കൊല തൊടാണ്ട് ഇങ്ങനെ ഇരിക്കണം, കൊല തൊടണ്ടേ, കൊല എടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സാറിൻ്റെ അടുത്ത് എങ്ങനെ ഞാൻ പറഞ്ഞു, ഇത്രയും ഗ്യാപ്പായില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്ക്, സാറെന്താ പറയണമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെയാണ് പിറ്റേ വർഷം 7 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ബാംഗ്ലൂർ പോയി എഴുതണം, ഞങ്ങളെല്ലാവരും പോയി എഴുതിയത്. എഴുതുകയും ചെയ്യണം, തിരിച്ചു വന്നിട്ട് പിന്നെ പാടാനായിട്ട് പിന്നെയും പോകണം. അത് രണ്ടും വിജയകരമായി പൂർത്തിയായി. പക്ഷേ ഞാനിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അടുത്ത ഒരു സെറ്റപ്പിലേക്ക് പോകണമെന്നുണ്ട്. ഞാൻ ഹിന്ദുസ്ഥാനി തന്നെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലറിയാം, ഞാൻ MSc വരെ പഠിച്ച ആളാണ്. എന്നിട്ട് ഞാൻ MSc പഠിച്ചതിൻ്റെ പിറ്റേ കൊല്ലം MScക്ക് തന്നെ പഠിപ്പിച്ചു. അപ്പം ഞാൻ MScക്ക് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. ഞാനൊരു ഡിഗ്രി PhD അല്ലെങ്കിൽ ഒരു MPhil എങ്കിലും എടുത്താലേ ഈ MScക്കാരെ പഠിപ്പിക്കാനുള്ള പക്വത എനിക്കാവുള്ളൂ. പക്ഷേ ഞാൻ MSc പഠിച്ചിട്ട് MSc തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചാൽ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ഇതല്ല ഇപ്പോഴും ഞാൻ 7th ഇയർ ഡിഗ്രി പാസ്സായി, പിന്നെ 7th ഇയർ ഡിഗ്രിക്കാരെ തന്നെ പഠിപ്പിച്ചാൽ അത് എനിക്കെന്തോ ഒരു മനസാക്ഷി കുത്തും. അതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്നുള്ളൊരു ചിന്ത. അത് പ്രായമോ കാര്യങ്ങളൊന്നും നോക്കില്ല, ഒന്നും നോക്കണ്ട. അപ്പോൾ PG ഉടനെ ഹിന്ദുസ്ഥാനിയിൽ PG എടുക്കണം എന്നാണ് എൻ്റെ സാറ് എന്നെ സഹായിക്കാന്ന് പറഞ്ഞു. ബാക്കിയുള്ള എനിക്ക് ബോംബെയിൽ എൻ്റെ മോനുണ്ട്, 2ാമത്തെ മോൻ. അവിടെ പോയിട്ട് ഇരുന്നിട്ട് താമസിച്ച് പഠിക്കാം. അവൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ്, എല്ലാവരും മ്യൂസിക്കാണ്, മക്കളെല്ലാവരും മ്യൂസിക്കാണ്, മ്യൂസീഷ്യൻസാണ്. പിന്നെ കൂടാണ്ട് എൻ്റെ വൈഫാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് ഇതിൻ്റെ കാര്യത്തിൽ. എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. ആ വൈഫ് കാരണമാണ് ഞാൻ KSFBയിൽ 2ാമത് ജോയിൻ ചെയ്യാൻ കുറേ വൈകിയത്. എന്ത് വന്നാലും സംഗീതത്തിൽ കഴിവുള്ള ആൾ ഇവിടെ പിടിച്ചു നിൽക്കണം, വിട്ടുകളയരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിർത്തിയത് പുള്ളിക്കാരത്തി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പാട്ട് കിട്ടിയത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും കുറേ പാട്ടുകൾ കിട്ടട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര നന്ദിയുണ്ട്. അതുമല്ല, ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടിയും അതേപോലെ തന്നെ വായിച്ച് പാടിയില്ലേ, ഒരു മടിയും കൂടാതെ. ഹാറ്റ്സ് ഓഫ്. മടിയല്ലല്ലോ, അത് എൻ്റെ ജീവിതമല്ലേ, അത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടവനല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ പാടാൻ പറഞ്ഞാൽ പാടും. അതെ. നന്നായി സാറേ, സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ നന്ദിയുണ്ട്.